ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ബ്ലോഗറിൽ ബുക്ക് മാർക്ക് ചെയ്യാനാണ് പോണത്. ഒരു ലിങ്ക് ബിൽഡിംഗ് പ്രോസസ്സാണ്, അഥവാ ഓഫ് പേജ് SEO വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൺ പേജ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്തതോടൊപ്പം തന്നെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ടായിരുന്നു, ബുക്ക് മാർക്കിംഗ്, അതായത് വേർഡ് പ്രസ്സിനകത്തു നിന്നൊക്കെ ടംബ്ലറിനകത്തൊക്കെ ലിങ്ക് എടുത്ത് റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരു സാധ്യത തന്നെയാണ് ഇവിടെയും ചെയ്യാം. ഇപ്പം അജീഷിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അജീഷ് ആദ്യം ചെയ്ത SEO സൂംസിൻ്റെ വർക്ക്, അതിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗിലേക്ക് ആൾറെഡി ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. അജീഷ് മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കാണാൻ പറ്റും. ഓക്കെ, അവിടെ കണ്ടോ, ബ്രഹ്മദാസ് യെസ് ഇൻവൈറ്റഡ് ടു എന്ന് പറഞ്ഞൊരു മെയിൽ വന്ന് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അക്സെപ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ചെയ്ത വർക്ക് ഏതാണെന്ന് എൻ്റെ അടുത്ത് പറയണം. നമ്മൾ വേർഡ്പ്രസ് ചെയ്ത പോലെ തന്നെ, സാർ ഞാൻ SEO സൂംസ് ആണ് ചെയ്തത്. അപ്പം അനുരാജ് പറഞ്ഞു, സാർ ഞാൻ ബ്രഹ്മ IT സൊല്യൂഷനാണ് ചെയ്തത്. അങ്ങനെ ഏതോ ആണ് പ്രോജക്റ്റാണ് ആദ്യം നിങ്ങൾ ചെയ്തത്, അത് പറയുക. അതിലേക്ക് ഞാൻ ഇതുപോലെ ഇൻവിറ്റേഷൻ അയക്കും. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ കൊടുക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാകും. ചിലപ്പോൾ ഒരിക്കൽ കൂടെ അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ ഇതിനെ കൊടുക്കേണ്ടി വരും, ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. കൊടുക്കുക, വീണ്ടും കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ബ്ലോഗറിനകത്തേക്കായിരിക്കും എത്തുക. ബ്ലോഗിനകത്ത്, അതായത് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുള്ളൂ കേട്ടോ. അഥവാ നിങ്ങൾ ജിമെയിൽ ID ലോഗിൻ അല്ലെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പം പാസ്വേഡ്, അപ്പോൾ ആ സമയത്ത് ലോഗൗട്ട് ആയിരിക്കുകയോ പുതിയ ബ്രൗസറിനകത്ത് പുതിയ ടാബിനകത്തൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ചില സിസ്റ്റത്തിലൊക്കെ ഒരിക്കൽ കൂടെ ലോഗിൻ ചെയ്യാനൊക്കെ ചോദിക്കില്ലേ, അങ്ങനെ വരാം. അപ്പം വളരെ റേറായിട്ടേ ഉള്ളൂ. അപ്പോൾ ജിമെയിൽ IDക്കകത്ത് വന്ന ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെയാണ് എത്തുക. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം അജീഷിൻ്റെ ബ്ലോഗാണ് ഇല്ലേ, അജീഷിൻ്റെ ബ്ലോഗറാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ അജീഷ് CV SEO അനലിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിലാണ് അവിടെ കാണിക്കുക ലെഫ്റ്റ് സൈഡിൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SEO സൂംസും കൂടെ കാണിക്കും താഴെ. ക്ലിക്ക് ചെയ്തോ, കണ്ടോ SEO സൂംസ് താഴെ കാണിക്കുന്നുണ്ട്. അപ്പം SEO സൂംസ് എന്നുള്ള ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, ആ ബ്ലോഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ SEO സൂംസിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗിനകത്തേക്ക് എത്തി. ഇവിടെ നിന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡ് കണ്ടോ വ്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്ലോഗ് കാണാനൊക്കെ പറ്റും. ഇതാണ് SEO സൂംസിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ SEO സൂംസിനകത്തുള്ള ആദ്യത്തെ വർക്ക് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഒരു പുതിയ ടാബ് എടുത്തിട്ട് SEO സൂംസിൻ്റെ വർക്ക് ഓപ്പൺ ആക്കും. അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. വേർഡ്പ്രസ്സിൽ ബുക്ക് മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ലേ ചെയ്തേ, അതേപോലെ SEO സൂംസിൻ്റെ വർക്ക്. ഇതാണ് അജീഷ് ചെയ്ത SEO സൂംസിൻ്റെ വർക്ക് അല്ലേ. ഇനി Ctrl+Shift+S കൊടുക്കുക. നമ്മൾ ഷെയർ ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ Ctrl+Shift+S കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെയർ ബട്ടൺ ആക്റ്റീവ് ആകും. Ctrl+Shift+S എന്നാണ് അവിടുത്തെ. ഇപ്പം Ctrl+Shift+S കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ അവിടെ വരും. അവിടെ മോർ കൊടുക്കുക. മറ്റേതുപോലെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മോർ കൊടുത്തു കഴിയുമ്പം കണ്ടോ അവിടെ ബ്ലോഗർ എന്നുള്ള സാധനം റൈറ്റ് സൈഡിൽ B തുടങ്ങുന്നതായതുകൊണ്ട് ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ അവിടെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ കോളത്തിനകത്ത് താഴോട്ട് വരുമ്പോൾ B കണ്ടോ, ബ്ലോഗർ. കുറച്ച് താഴോട്ട് വരട്ടെ. ഇപ്പോൾ മൗസ് വെച്ചിട്ട് നേരെ താഴോട്ട് വന്നാൽ മതി. അത് തന്നെ കണ്ടല്ലോ, ബ്ലോഗർ ക്ലിക്ക് ചെയ്യുക. ഇനി അവ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒക്കെ ആണെങ്കിൽ വല്ല വർണ്ണാന്തതയോ പറയാൻ പറ്റില്ല, എന്നെപ്പോലെ വയസ്സൊക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫൈൻഡ് സർവീസ് എന്നുള്ളിടത്ത് ബ്ലോഗർ എന്ന് അടിച്ച് BL എന്ന് അടിക്കുമ്പോൾ തന്നെ വരും. എന്നിട്ട് ബ്ലോഗർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അജീഷ് ക്ലിക്ക് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് എത്ര ബ്ലോഗുകൾ അക്സസ് ഉണ്ടോ ആ ബ്ലോഗുകളൊക്കെ അവിടെ കാണിക്കും. ഇപ്പോൾ അജീഷിൻ്റെ സ്വന്തം ബ്ലോഗിനകത്തും അക്സസ് ഉണ്ട്. ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് അജീഷ് ജോയിൻ ചെയ്ത ബ്ലോഗിനകത്തും. ഇവിടെയാണ് കുറച്ച് ശ്രദ്ധ അധികം കൊടുക്കേണ്ട സ്ഥലം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഏത് പ്രോജക്റ്റ് ആണോ ബുക്ക് മാർക്ക് ചെയ്യണത് ആ പ്രോജക്റ്റിൻ്റെ ബ്ലോഗ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ അജീഷിന് ഇവിടെ SEO സൂംസും ബ്രഹ്മ IT സൊല്യൂഷനും കാണിക്കണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അജീഷിനെ അടുത്ത് ബുക്ക് മാർക്ക് ചെയ്യണത് ബ്രഹ്മ IT സൊല്യൂഷൻ ആണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ അയച്ച് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അജീഷിൻ്റെ ബ്ലോഗ് ഉണ്ടാവും, SEO സൂംസ് ഉണ്ടാവും, ബ്രഹ്മ IT സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഏത് തന്നെ സെലക്ട് ചെയ്യണം? അപ്പോൾ കയറി SEO സൂംസ് സെലക്ട് ചെയ്യല്ലേ, അപ്പം ബ്രഹ്മ IT സൊല്യൂഷൻ തന്നെ സെലക്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഏത് പ്രോജക്റ്റാണ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യാൻ പോകണമെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം. ഓക്കെ, SEO സൂംസ് സെലക്ട് ചെയ്തോളൂ. ആ റേഡിയസ് ബട്ടൺ SEO സൂംസ് വന്നു കഴിഞ്ഞാൽ ഷെയർ കൊടുക്കാം. ഷെയർ കൊടുക്കുമ്പോൾ തന്നെ ബ്ലോഗറിനകത്തൊരു പോസ്റ്റായിട്ട് അത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ടൈറ്റിലും ലിങ്കിൻ്റെ പോർഷനൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി പഴയ പരിപാടി തന്നെ ഇതിനകത്ത് കണ്ടൻറ്റ് അടിച്ചു കൊടുക്കണം. ഒരു 3-4 പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അത് കാണുമ്പോഴത്തേക്ക് ദൈവമേ വീണ്ടും കണ്ടൻറ്റോ. ഇത് നമ്മൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പേജ് റാങ്ക് ചെയ്ത് എക്സ്പീരിയൻമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ റാങ്കിങ് റിസൾട്ട്, ഞാൻ ചെയ്ത വർക്ക് റിസൾട്ട് ആയിട്ട് കാണണമെന്ന് താല്പര്യം ഉണ്ടാവണമല്ലോ.
ആ താല്പര്യമുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല കണ്ടൻസ് ആഡ് ചെയ്ത് നല്ല ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് അപ്പോൾ ഇവിടെ എന്താണ് ബൂസ്റ്റ് യുവർ വെബ്സൈറ്റ്സ് ഡൊമൈൻ അതോറിറ്റി. അപ്പം ഒരു SEOയുടെ സക്സസ് സ്കോറിന് വേണ്ടിയിട്ട് ഡൊമൈൻ അതോറിറ്റി എത്രത്തോളം വാല്യുബിൾ ആണെന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു 3-4 പാരഗ്രാഫ് കണ്ടന്റ് ആഡ് ചെയ്യുക. സബ് ഹെഡിങ്ങുകളൊക്കെ കൊടുത്ത് തന്നെ വേർതിരിച്ച് നല്ല ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് പോയിന്റ് ആയിട്ടൊക്കെ സംഗതി കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് വലത് സൈഡിൽ സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾ ബ്ലോഗറിനകത്ത് പോസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, എന്നാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്. അവിടെ സെർച്ച് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 150 ക്യാരക്ടേഴ്സിന് താഴെ വരുന്ന ഈ പോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് അവിടെ അടിച്ചു കൊടുക്കുക. പിടികിട്ടിയോ? ഇനി അത് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടന്റിനകത്ത് ആ ടോപ്പിക്കുമായിട്ട് കവർ ചെയ്യുന്ന നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 സെൻറ്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. പക്ഷേ ഇതിനകത്ത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം. കാരണം എന്താണ്? അതൊരു റൂളാണ്. നമ്മൾ സെർച്ച് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആ പേജിനകത്ത് തന്നെയുള്ള കണ്ടന്റ് ആകാം. പക്ഷേ ആ കണ്ടന്റിൻ്റെ കറക്റ്റ് പേജ് അതിൻ്റെ ടോപ്പിക്കിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഡിസ്ക്രിപ്ഷൻ അടിച്ചു 150 ക്യാരക്ടേഴ്സിനകത്തുള്ള ഡിസ്ക്രിപ്ഷനാണ് അടിച്ചു കൊടുക്കേണ്ടത്. സാർ അത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണോ അത്? അതെ, യെസ് ദർ ഇസ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാണ് ഇവിടെ കാണിക്കുക. മെറ്റാ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട, മെറ്റാ ഡിസ്ക്രിപ്ഷനാണ്. അപ്പം ബ്ലോഗറിനകത്ത് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ 150 ക്യാരക്ടേഴ്സിനകം അത് അത്രേ അവിടെ അടിക്കാൻ പറ്റുള്ളൂ. ബ്ലോഗറിനകത്ത് അത് ലിമിറ്റ് ചെയ്തൊക്കെയാണ്. കാരണം ഒരു ബ്ലോഗ് പോസ്റ്റ് ആയതുകൊണ്ട് 150 ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ലിമിറ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് 0/150 എന്ന് കിടക്കണേ. ഇവിടെ കണ്ടോ 0/150 എന്ന് കിടക്കണുണ്ടോ? എന്ന് പറഞ്ഞാൽ അവിടെ 150 ക്യാരക്ടേഴ്സേ അവിടെ നടക്കുള്ളൂ, അതിനപ്പുറം അടിക്കാൻ പറ്റൂല. മനസ്സിലായോ? അപ്പം സ്പേസ് അടക്കമാണ് കേട്ടോ. സ്പേസോ ഹൈഫൺ പോലെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ എല്ലാം അടക്കം 150 ക്യാരക്ടേഴ്സിനുള്ളിൽ വരുന്ന രീതിയിൽ 2 കുഞ്ഞ് ഡിസ്ക്രിപ്ഷൻ അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കൊടുക്കുന്ന ഇമേജുകളൊക്കെ നല്ലോണം ഓൾട്ടൊക്കെ കൊടുത്ത് ഒപ്റ്റിമൈസ് ചെയ്യുക. ഏറ്റവും നല്ല ഇമേജ് കൊടുക്കാൻ ശ്രമിക്കുക. ഇമേജ് എന്ത് ചെയ്യണം? നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെബ് ആക്കിയതിന് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാക്കാം. നമ്മൾ SEO സൂംസിൻ്റെ പേജിനെ ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ SEO സൂംസിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അത് കൊടുക്കാമോ? ഒരു കുഴപ്പമില്ല, കൊടുക്കാം. 2-3 രീതിയിൽ നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അജീഷ് ആ ഇമേജ് ആഡ് ചെയ്യണ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇമേജ് ആഡ് ചെയ്യുന്ന ബട്ടൺ അറിഞ്ഞൂടെ? നടുക്ക് മുകളിൽ ആ ലിങ്ക് കാണിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ലിങ്ക് കൊടുക്കുന്നതിൻ്റെ വലത്ത് സൈഡിൽ അടുത്തത് അത് തന്നെ, അവിടെ തന്നെ ഇൻസെർട്ട് ഇമേജ്. അവിടെ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ ഉണ്ട്, ബൈ URL ഉണ്ട്. കണ്ടോ? ബൈ URL എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ SEO സൂംസിനകത്ത് ഇട്ടേക്കുന്ന ഒരു ഇമേജിനെ അതിനെ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പേജിൻ്റെ URL ഇവിടെ കൊടുത്താലും വർക്കാവും. മനസ്സിലായോ? അപ്പോൾ ഇത് പിന്നീടുള്ള വർക്കിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലിങ്ക് കൊടുത്ത് നമ്മൾ ആ ഇമേജിനെ തന്നെ എടുത്ത് വിളിക്കുകയാണ്. അങ്ങനെ ലിങ്ക് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഇമേജ് ഡിലേറ്റ് ആയി പോകാൻ പാടില്ല. അങ്ങനത്തെ രീതി ചെയ്യണം. ഡിലേറ്റ് ആയി എന്തായിരിക്കും? ഇവിടെ ഇമേജ് ലോഡ് ആവില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് SEO സൂംസിൻ്റെ പോസ്റ്റിൽ തന്നെ ഇട്ടേക്കുന്ന 4 ഇമേജിനെ നമ്മൾ അതിൻ്റെ URL വെച്ച് അങ്ങനെ തന്നെ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി അവിടെ ശ്രദ്ധിക്കാതെ ആ ഇമേജ് ഡിലേറ്റ് ആയിപ്പോയി. ഇവിടെ 4ഇടത്തും ആ ഇമേജ് കാണിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് തന്നെ ബ്രോക്കൺ ലിങ്ക് വരും. ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കണതാണ്. ചന്ദന തയ്യെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെമ്പരത്തിയോ അല്ലെങ്കിൽ എന്താ മറ്റേ ചെടിയുടെ പേരെന്താ? അത് പോയി. ഒരു ചെമ്പരത്തിയോ അങ്ങനെ എന്തെങ്കിലും തൈ വെട്ടുക. അപ്പം ആ ചെടി വലിച്ചെടുക്കുന്ന ഇതാണ് വെള്ളവും വളവുമാണ് ഈ ചന്ദന മരം ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെ SEO സൂംസിൻ്റെ പോസ്റ്റിനെ ബലപുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യണത്. അതിനകത്ത് തന്നെ ബ്രോക്കൺ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല? നമ്മൾ വിചാരിക്കണം നമുക്ക് സപ്പോർട്ട് കിട്ടൂല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം ബൈ URL വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കണ്ടൻസ് ഡിസ്ക്രിപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പിന്നീട് പിൽക്കാലത്ത് നിങ്ങൾ എന്തെങ്കിലും വർക്കൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന വർക്കോ ഫ്രീലാൻസ് ആയിട്ട് എടുക്കുന്ന വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടി ബുക്ക് മാർക്കിങ് ചെയ്യുകയോ പോസ്റ്റ് ആഡ് ചെയ്യുകയോ ലിങ്ക് ഒക്കെ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ആ ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ കൊച്ചിയിലിരുന്നുകൊണ്ട് ദുബായിലുള്ള ഒരു വർക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൂലി എഴുത്തുകാരനാണ് അല്ലേ? പണ്ട് മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ കണക്ക് കൂലി എഴുത്തുകാർ പറഞ്ഞതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള വാക്ക് ഇല്ലേ? അത് ഏതോ ആൾക്കാർക്ക് വേണ്ടി കൂലി എഴുത്തുകാർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മളൊരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടോ ബ്രാൻഡിന് വേണ്ടിയിട്ടോ കൂലി എഴുത്ത് കണ്ടൻറ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് ബ്ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടെ വന്നിട്ട് നമുക്ക് അവരുടെ ലൊക്കേഷനൊക്കെ അതിനകത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ദുബായ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ ദുബായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ദുബായ് കാണിക്കും. അവിടെ വിസിബിൾ ആക്കാനുള്ള കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ദുബായ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ വിസിബിൾ ആക്കാനുള്ളെങ്കിൽ നമുക്ക് ഇപ്പോൾ അതായത് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതുന്നത് ഒരു കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് പേജിനാണ് നമ്മൾ ബുക്ക് മാർക്കുക, നമ്മൾ HTML പേജ്. അപ്പം എന്താ സോഷ്യൽ മീഡിയ കമ്പനി കൊച്ചി എന്നുള്ള കീവേഡ്. അപ്പോൾ അതിനെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പോസ്റ്റ് ബ്ലോഗർ എഴുതുമ്പോൾ കൊച്ചി ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ്. മനസ്സിലായോ? ആ ലൊക്കേഷൻ ബേസിട്ടുള്ള ഒരു പ്രാധാന്യം ചിലപ്പോൾ നമ്മുടെ ബ്ലോഗ് പോസ്റ്റിന് കിട്ടുകയും അങ്ങനെ ആ ലൊക്കേഷനിലുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു വിസിബിലിറ്റിയൊക്കെ മെച്ചപ്പെടുകയും ചെയ്യുന്നത് അവിടെ നിന്ന് പാസ് ചെയ്യുന്ന ലിങ്കിനും ഗുണം ചെയ്യും. ഓക്കെ, അതൊക്കെ നമുക്ക് ലോജിക്കലി മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യം. ഇല്ല, വേർഡ് പ്രസ്സിനകത്ത് അതില്ല. പക്ഷേ വേർഡ് പ്രസ്സിനെ ബ്ലോഗർ കണ്ണുനട്ട് നോക്കിയിരിക്കുകയാണ്. വേർഡ് പ്രസ് ബ്ലോഗറൊക്കെ റെഡിയാക്കിയ ഗൂഗിളിൻ്റെ ടീം എപ്പോഴും വേർഡ് പ്രസ് ഭയങ്കര സംഭവം എന്നാണ് പറയുക. കാരണം അവർ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഗൂഗിൾ SEO വിസിബിലിറ്റിയും SEO ഫ്രണ്ട്നെസ്സും ഇവിടെ ഉണ്ട്, വേർഡ് പ്രസ്സിനകത്തുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽസും സെർച്ച് എഞ്ചിനീയേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ വരെ വളരെ അതിശയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു CMS ആണ് വേർഡ് പ്രസ്. അതിനപ്പുറം ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞാൽ ഗൂഗിള് ഒഫീഷ്യൽ ബ്ലോഗുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം അവർ പർച്ചേസ് ചെയ്തത്. ഒരു കമ്പനി തന്നെ പർച്ചേസ് ചെയ്യണം. ഇപ്പം ആൾക്കാർ ചോദിക്കില്ലേ ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട വാങ്ങിക്കുമെന്ന് ചോദിക്കും. അതുപോലത്തെ രീതിയിൽ അവർക്ക് അവരുടെ ഒഫീഷ്യൽ ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ ബ്ലോഗർ എന്ന് പറഞ്ഞൊരു കമ്പനി മൊത്തത്തിൽ വാങ്ങിച്ച ആൾക്കാരാണ്. എന്നിട്ട് അവരുടെ ഒഫീഷ്യൽ ബ്ലോഗൊക്കെ അതിനകത്ത് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്തും അവർ സ്ഥിരമായിട്ട് അവരുടെ വീഡിയോകളിലൊക്കെ പറയുമായിരുന്നു വേർഡ് പ്രസ് അടിപൊളിയാണ്, വേർഡ് പ്രസ്സിനകത്ത് ആ കാറ്റഗറി ടാഗൊക്കെ സൂപ്പറാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ലേബലുണ്ട്, അതിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ബ്ലോഗർ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ, എൻ്റെ മുതലാളി ഇത്തിരി കടുംപിടുത്തക്കാരൻ. അതായത് അയാൾക്കൊരു ഇമിറ്റേറ്റിംഗ് ഇതില്ല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അയാൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ലേബൽ എന്നുള്ളതിന് പകരം അവിടെ കാറ്റഗറി ടാഗൊക്കെ ആഡ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അവർക്ക്. പക്ഷെ അവർ ചെയ്യൂല. ആരെങ്കിലും പറഞ്ഞാലോ വേർഡ് പ്രസ്സിനെ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞാലോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരെടുക്കുക. പിന്നെ ഒരു കാര്യം, ബ്ലോഗർ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഗൂഗിളിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അവർ പോയിട്ടാണ് പിന്നെ ട്വിറ്റർ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ബ്ലോഗർ ചെയ്ത അതേ ആൾക്കാർ തന്നെയാണ് ട്വിറ്റർ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഈ ബ്ലോഗർ അവരൊരു വലിയ ബ്ലോഗിങ് പ്ലാറ്റ്ഫോമായിട്ടും ട്വിറ്റർ അവർ മൈക്രോ ബ്ലോഗിങ് പ്ലാറ്റ്ഫോമായിട്ടാണ് നിലനിർത്തിയത്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ട്വിറ്ററിനകത്തും അങ്ങനെ തന്നെയാണ്. ബാക്കി സോഷ്യൽ മീഡിയകളെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല സോഷ്യൽ മീഡിയക്കകത്തും ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളും ഒരുപാട് വ്യത്യസ്തതകളും ട്വിറ്ററിനകത്തുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഒന്നാമത് അത് മൈക്രോ ബ്ലോഗിങ് പ്ലാറ്റ്ഫോമാണ്. ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഘോര കണ്ടന്റ് എഴുതിയൊക്കെ പോകാൻ പറ്റും. ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ വേർഡ്സിൻ്റെ പകുതിയെ നേരത്തെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എത്ര വേർഡ്സാണ് കൊടുക്കുന്നത് അതിൻ്റെ പകുതി ക്യാരക്ടേഴ്സേ നമുക്ക് നേരത്തെ ട്വിറ്ററിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അവർ 1500 ആക്കാൻ വേണ്ടി ഇരുന്നു. 1500 ക്യാരക്ടേഴ്സ് ആക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ട്വിറ്റർ അന്നോടത്തോടെ കച്ചവടം പൊട്ടിപ്പോയേനെ, ഉറപ്പാണ്. ഒരു സാധാരണ ബാക്കി ബ്ലോഗിങ് പ്ലാറ്റ്ഫോം പോലെ തന്നെ ആയിപ്പോയേനെ, ഒരു പ്രാധാന്യം ഇല്ലാതെ. അതിന് കുറച്ച് മാത്രം എഴുതാൻ പറ്റുക എന്നുള്ളതിന് ഒരു അട്രാക്ഷൻ വേറെ ഉണ്ട് ട്വിറ്ററിനകത്ത്. അത് കുറച്ച് മാത്രം എഴുതാനും കുറച്ച് വാക്യങ്ങളിലൂടെ അവർക്ക് വലിയ സംഗതികൾ പറയാനും ആഗ്രഹിക്കുന്ന റൈറ്റേഴ്സിന് ട്വിറ്റർ ഒരു ഇതാണ്. എക്സിൽ കുറിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ, എക്സിൽ കുറിച്ചു. ഇവിടെ ഏറ്റവും പ്രചാരം കൊണ്ടുവന്നത് ശശി തരൂരാണ് അല്ലേ? വാർത്ത പറഞ്ഞത് തന്നെ അങ്ങനെ തന്നെയാണ്. എക്സ് എന്ന് വരുന്നതിന് മുമ്പേ തന്നെ ശശി തരൂർ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തു, ശശി തരൂർ ഇങ്ങനെ ട്വീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വരിക. ഒരുപാട് വലിയ പ്രചാരം കിട്ടിയായിരുന്നു ആ സമയത്ത്. 2008-2009 കാലഘട്ടത്തിൽ തന്നെയൊക്കെ ട്വിറ്ററിനകത്ത് ഇന്ത്യയിൽ വലിയ പ്രചാരം കൊടുത്ത ആൾക്കാരിലൊന്ന് തന്നെയാണ് ശശി തരൂർ, ഒരു സംശയം വേണ്ട. പിന്നീടാണ് ബാക്കി നടന്മാരും നടിമാരും അമിതാഭ് ബച്ചനും മോഹൻലാലും ഒക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയതും പിന്നെ വലിയ പ്രചാരം എന്ന് പറയുന്നത്. ഇപ്പം ഒരു വലിയ ഇപ്പം കണ്ടിട്ടില്ലേ, ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് ഇടുകയാണ്. ഇല്ലേ, ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു, നാളെ മുതൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ മന്ത്രിസഭ തീരുമാനിച്ചെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനം എടുത്തെന്നോ ഫേസ്ബുക്കിനകത്ത് ഇടുകയാണ്. അത്രയും പ്രാധാന്യം എന്തിനു വന്നു? സോഷ്യൽ മീഡിയകൾക്ക് വന്നു. അപ്പം 2010 ഒരു റാങ്കിങ് ഫാക്ടറാക്കി സോഷ്യൽ മീഡിയയെ ഗൂഗിൾ മാറ്റിയതിനകത്ത് യാതൊരു ഇതുമില്ല അല്ലേ, ഒരു കേടുമില്ല. കേടുണ്ടോ? ഒരു കേടുമില്ല. സോഷ്യൽ മീഡിയനെ റാങ്കിങ് ഫാക്ടറാക്കി ഗൂഗിൾ 2010 മാറ്റിയെന്നുള്ളതാണ്. ഗവൺമെൻറ് ഇപ്പോഴാണ് അവരുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള ഒരു അല്ലേ. ഇപ്പോഴും ഇത് കളക്ടറൊക്കെ അവധി പ്രഖ്യാപിക്കുന്നത് എവിടെയാണ്? ഫേസ്ബുക്കിനകത്താണ്. അത് കണ്ടിട്ടാണ് പിന്നെ പത്രത്തിൽ TV-ലൊക്കെ പറഞ്ഞത്. സീരിയസ് ആയിട്ട് ഇത് ഇന്നലെ നടന്ന സംഭവം. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ മാറ്റി, മീഖായലിനെ മാറ്റി, ഇല്ലേ, മാറ്റി. എവിടെയാണ് കുറിച്ചത്? സോഷ്യൽ മീഡിയയാണ് ഇട്ടത് പോസ്റ്റ്.
കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊക്കെയാണ് കോച്ചിനെ നമ്മൾ മാറ്റിയിരിക്കുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റിംഗ് കോച്ചുകളെയും അതിൻ്റെ ബാക്കി ആൾക്കാരെ എല്ലാവരെയും ഒറ്റയടിക്ക് മാറ്റിയിരിക്കണം. 12 കളിച്ചപ്പം 9 കളി തോറ്റു, അങ്ങനെ എന്തൊക്കെ റെക്കോർഡായി. മാറ്റാൻ തീരുമാനിച്ചു. അതുപോലെ സോഷ്യൽ മീഡിയക്ക് അത്രയും പ്രാധാന്യമൊക്കെ വന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തിരിച്ചുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ലൊക്കേഷൻ പ്രാധാന്യമുള്ള ഒരു പേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലോഗർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ വേർഡ്പ്രസ്സിനകത്ത് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല. വേർഡ്പ്രസ്സിനകത്ത് പക്ഷേ ഇതിനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ള സാധനങ്ങളിലൊന്നാണ് കാറ്റഗറിയും ടാഗും. നമ്മൾ സിമ്പിളായിട്ട് കൊടുത്തു പോകണമെങ്കിലും അത് വേറെ റേഞ്ചാണ് സാധനം. കാറ്റഗറി ടാഗ് എന്താണ് എൻ്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുന്ന കാറ്റഗറി ലിസ്റ്റിങ്ങിനകത്ത് വേർഡ്പ്രസ്സിൻ്റെ മെയിൻ കാറ്റഗറിക്കകത്തോട്ട് അത് ലിസ്റ്റ് ചെയ്ത് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഔട്ട്റീച്ചിനും ഒരുപാട് നമ്മളെ ബ്ലോഗിൽ വലിയ സപ്പോർട്ടും ഇക്വിറ്റിയൊക്കെ പാസ് ചെയ്ത് കിട്ടും. അങ്ങനെ വരാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാറ്റഗറി ടാഗ് ആഡ് ചെയ്യണം, മസ്റ്റായിട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ്. ആ ബ്ലോഗ് നമ്മൾ അതായത് അതിനകത്തൊരു ആ ഒരു ബ്ലോഗിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു മെയിൻ റിസോഴ്സ് തന്നെയാണ് കാറ്റഗറിയും ടാഗും. ഗൂഗിൾ അടക്കം അതിനെ വളരെ അതിശയത്തോടു കൂടിയും വലിയ ഇതത്തോടുമാണ് കാണുക. മാറ്റ്കട്സൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടാവും അവർ ഇങ്ങനെ വേർഡ്പ്രസ്സിനെ പുകഴ്ത്തി പറയുന്നത്. എന്നിട്ട് അവരൊക്കെ വേർഡ്പ്രസ്സിലാണ് അവരെ ബ്ലോഗൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അവരെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഗൂഗിളിന് വേർഡ്പ്രസ്സിൽ പോയി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതൊരു ഓപ്പൺ സോഴ്സും ആയതുകൊണ്ട് ഗൂഗിളിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊളിച്ചെഴുതാനും പറ്റില്ല, നാണക്കേട്. വേർഡ്പ്രസ്സിനെ വാങ്ങിക്കാനും പറ്റില്ല. അവർ തന്നെ ഇഷ്ടക്കാരായിട്ടുള്ള ആൾക്കാരും വേറെ ലെവലാണ് അവർ. ചില ആൾക്കാരുണ്ടല്ലോ ഫ്രീ ഇങ്ങനെ ദാനം കൊടുക്കുന്ന ആൾക്കാർ, ഒരുപാട് കാശൊക്കെ ഉള്ള ആൾക്കാർ, ആര് പറഞ്ഞാലും കേൾക്കില്ല, അവർ ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലത്തെ ഒരു ടൈപ്പാണ് ഈ വേർഡ്പ്രസ്സിൻ്റെ ആൾക്കാർ. പിന്നെ അവരും ഇപ്പോൾ ദാരിദ്ര്യത്തിലാണെന്ന് തോന്നുന്നു. ഈ ഒരു പാക്കേജൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ അവർക്ക് കിട്ടാനുള്ള കിട്ടുന്നുണ്ടാവും കേട്ടോ. കാറ്റഗറി ഒരെണ്ണം ആഡ് ചെയ്യണമാണ് നല്ലത്. കൂടുതൽ കാറ്റഗറി ആഡ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. ഫോക്കസ് ചെയ്യുന്ന കീവേഡ് കാറ്റഗറി ആയിട്ട് ആഡ് ചെയ്യേണ്ട. അതിന് പകരം ഇവിടെ ഒപ്പിച്ച സാധനമാണ് ലേബൽ എന്നുള്ള സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേബിലൂടെ കൊടുക്കാം. അതായത് മുകളിൽ ലേബൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ലേബലായിട്ട് ഇങ്ങനെ കാറ്റഗറി ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ സെപ്പറേറ്റഡ് ബൈ അപ്പം കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ ലേബൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കൊടുക്കാം, SEO എന്നുള്ള ഇത് കൊടുക്കാം, കുഴപ്പമില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ലേബൽ നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ടാഗ് കൊടുക്കുന്ന കണക്കുള്ള 1-2 വാക്കുകളിലൂടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ കോമൺ ആയിട്ട് കാണിക്കുന്നത് ഇതിനു മുമ്പേ ആൾക്കാർ ഇതിനകത്ത് പോസ്റ്റ് ആഡ് ചെയ്തപ്പോഴൊക്കെ കൊടുത്തിരിക്കുന്ന കോമൺ ലേബിൾസാണ് അവിടെ കാണിക്കുന്നത്. സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോഗറിനകത്തുള്ള ബുക്ക് മാർക്കിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് കഴിഞ്ഞ് ഇതെല്ലാം ഓപ്റ്റിമൈസ് ചെയ്ത് കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്ത് ഇതിനകത്ത് ഓപ്റ്റിമൈസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സബ്മിറ്റിംഗ് കൊടുക്കണം, നോക്കണം, ഇമേജിന് ഓൾട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഇമേജ് വെബ് ആക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, സെർച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്തെങ്കിലും കൂടുതൽ കണ്ടൻറ്റൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ പോയിൻ്റ് ആയിട്ടൊക്കെ എഴുതി നല്ല അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ക്രോസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് കൊടുക്കണം. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ചെയ്താൽ സാറേ ഞാൻ അതിന് സെർച്ച് കൺസോളിലൂടെ ആഡ് ചെയ്താൽ മതി, ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യും. അത് നിങ്ങൾ വർക്ക് തീരാറാകുമ്പോൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ സാറേ എന്നെ SEO സൂംസിൻ്റെ സപ്പോർട്ടിങ് ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എന്ന് പ്രത്യേകം പറയണം കേട്ടോ. ഇതെല്ലാം കൂടെ അവസാനം കൊള്ളാമായി സാറേ എനിക്കിപ്പോൾ ഒന്നും പിടിയെടുത്താൽ കിട്ടില്ല, ഞാൻ വേർഡ്പ്രസ്സും വന്നു ഏതൊരു ഇമെയിൽ ഐഡിയിലോട്ടാണ് സെർച്ച് കൺസോൾ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ജിമെയിൽ ഐഡിയിലാണ് അക്സസ് കൊടുക്കേണ്ടത് അതൊന്ന് മേടിച്ച് എനിക്ക് അയച്ചു തന്നാൽ മതി. കീവേഡ് കാറ്റഗറി ആയിട്ട് കൊടുക്കാതിരിക്കണതാണ് നല്ലത്. ഡൗട്ട് ശ്രദ്ധിച്ചോ. നമ്മൾ ഫോക്കസിങ് കീവേഡ് ട്വിറ്റർ മാർക്കറ്റിംഗ് ടിപ്സ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ആർട്ടിക്കിൾ ട്വിറ്റർ മാർക്കറ്റിംഗ് ടിപ്സ് അടിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ റാങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ആ കീവേഡ് തന്നെ കാറ്റഗറി ആയിട്ട് കൊടുക്കുമ്പോൾ പോസ്റ്റിനകത്ത് എന്തുണ്ടാവും, കാറ്റഗറിയിലേക്ക് പോകാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പം നമ്മളെ പേജിനകത്ത് തന്നെ കാറ്റഗറി പേജിലേക്കായിരിക്കും പോവുക. പക്ഷേ ആ കാറ്റഗറി പേജ് ആ കീവേഡിന് എലിജിബിൾ ആയിരിക്കില്ല. കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ്, കാറ്റഗറി ഒരു കാറ്റഗറി പേജ് ഉണ്ടാകും. ആ കാറ്റഗറിയിൽ ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളൊക്കെ താഴെ കാണിക്കുന്ന ഒരു പേജാണ് കാറ്റഗറി പേജ്. അത് പക്ഷേ പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല നമുക്ക് ആ കാറ്റഗറി പേജ് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിൽ കാറ്റഗറിയിലേക്ക് കാറ്റഗറി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഒരിക്കൽ കൂടെ പറയാം. നോക്കിയേ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പോസ്റ്റിനകത്ത് നമ്മളൊരു കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനകത്ത് തന്നെ
ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് ആ കാറ്റഗറി പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് എവിടെയായിരിക്കും കിടക്കണം? നമ്മളെ വെബ്സൈറ്റിനകത്ത് തന്നെ ഒരു പേജ് ആയിരിക്കും. നിൽക്കേ അജീഷ് നേരത്തെ നമ്മൾ ഇത് നമ്മൾ എസ് യു സൂംസിൻ്റെ പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ? അതൊന്ന് എടുത്തേ. അത് തന്നെ ബൂസ്റ്റിവർ തൊട്ടടുത്ത്. അതല്ല നമ്മൾ പേജ് വെബ്സൈറ്റിൻ്റെ പേജ് അത് തന്നെ. ഓക്കെ, ഇതിനകത്ത് കാറ്റഗറി എവിടെയെങ്കിലും കാണിക്കുന്നുണ്ട്? ചില പേജുകളിൽ കാറ്റഗറി വിസിബിൾ ആയിരിക്കില്ല, അതാണ് വേറെ പ്രത്യേകത. താഴെ കാറ്റഗറി കാണിക്കണ്ടെന്ന് നോക്കിയേ. നമ്മൾ ആഡ് ചെയ്ത കാറ്റഗറി കാണിക്കണ്ട. ഇതിനകത്ത് കാണിക്കില്ല. ചില പേജുകളിൽ അതിൻ്റെ ടെംപ്ലേറ്റ് അനുസരിച്ച് കാറ്റഗറി ഒന്നും കാണിക്കില്ല. ഇനി വേറൊരു നമ്മൾ ചെയ്ത വർക്ക് എടുത്ത് നോക്കി. വേറൊരു വർക്ക് എടുത്തേ. നമ്മൾ ഇത് അജീഷ് ചെയ്ത വർക്കുകൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. എസ് യു സർവീസോ അല്ലെങ്കിൽ ബ്രഹ്മ IT സൊല്യൂഷൻ വേറെ ഏതെങ്കിലും എടുത്തേ. അതെടുത്തോ. പുതിയ ടാബ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്തേ. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആവും കേട്ടോ സാധനം. നോക്കിയേ, ഇപ്പോൾ ബ്രഹ്മ IT സൊല്യൂഷനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. അജീഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഫോക്കസിങ് കീവേഡ് കൊടുത്തെന്ന് വിചാരിച്ചോ. ആ കീവേഡ് തന്നെ നമ്മൾ അബദ്ധത്തിന് എന്ത് കൊടുത്തു? കാറ്റഗറി ആയിട്ട് കൊടുത്തു. അപ്പോൾ ആ പേജിനകത്തുനിന്ന് മിക്കവാറും കാറ്റഗറി എന്നുള്ള സ്ഥലമായിട്ട് കാണിക്കുന്നിടത്ത് ആ കാറ്റഗറി കാണിക്കുമല്ലോ. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാറ്റഗറി പേജിലേക്ക് പോകാൻ പറ്റും. അത് ഇൻറ്റേർണൽ ലിങ്ക് ആണ്. മാർക്കറ്റിംഗ് ROI എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവിടെ. അത് ടാഗാണ്. ഇപ്പം കാറ്റഗറി പോട്ടെ, ടാഗാണെന്ന് വിചാരിച്ചോ. നോക്കി അവിടെ തന്നെ നിന്നോ, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ, കാറ്റഗറി ആഡ് ചെയ്യുന്ന പോലെ തന്നെ ടാഗ് കാണിക്കുന്നില്ലേ ഇവിടെ? അതുപോലെ കാറ്റഗറിയും കാണിക്കും നമ്മുടെ പോസ്റ്റിനകത്ത്. താഴെ എവിടെയെങ്കിലും കാണിക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് ROI ആണ് നമ്മൾ ഫോക്കസിങ് കീവേഡ് എന്ന് വിചാരിച്ചോ. ഓക്കെ അല്ലേ? നമ്മൾ ടാഗായിട്ട് ആഡ് ചെയ്തിരിക്കണം. ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു ടാഗ് കാണിക്കുന്നുണ്ടോ? അവിടെ ആ ടാഗിനകത്ത് ക്ലിക്ക് ചെയ്തേ. അപ്പം നമ്മളെ ഫോക്കസിങ് കീവേഡ് മാർക്കറ്റിംഗ് ROI എന്ന് വയ്ക്കുകയും മാർക്കറ്റിംഗ് ROI എന്ന് ടാഗ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ROI എന്നുള്ളൊരു വാക്കിന് നമ്മളെ പേജിനകത്തുനിന്ന് വേറെ ടാഗിൻ്റെ പേജിലേക്ക് ഒരു ലിങ്ക് പോവുകയാണ് ചെയ്യുക. നമ്മൾ പാസിംഗ് ദി ജ്യൂസ് പഠിച്ചപ്പോഴത്തേക്കും ആങ്കർ ടെക്സ്റ്റ് പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചിട്ടുള്ള സംഗതി എന്താണ്? നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് തന്നെ വേറെ പേജിലേക്ക് ലിങ്ക് പോകും. അത് ഇൻറ്റേർണൽ ലിങ്ക് ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ പോകുന്ന ആൾ എവിടെയാണ് പോവുക? ടാഗിൻ്റെ ലിസ്റ്റിലേക്കാണ് പോവുക. അത് ആ കീവേഡിനനുസരിച്ച് വലുതായിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടാഗായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും SEO ടിപ്സ് എന്നുള്ള സാധനം വെച്ചോ. ടാഗായിട്ട് കൊടുത്തിരിക്കുന്നത് SEO ടിപ്സ് ആണ്. അപ്പോൾ SEO ടിപ്സ് എന്ന് പറഞ്ഞ ഒരു ടാഗ് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ ബ്ലോഗ് പോസ്റ്റിനകത്തേക്ക് SEO ടിപ്സ് എന്നുള്ള ടാഗ് ആഡ് ചെയ്തിട്ടുണ്ടോ ആ പോസ്റ്റുകളൊക്കെ താഴെയായിട്ട് ലിസ്റ്റായിട്ട് കാണിക്കും. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് എന്താ, കുറേ SEO ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. അവിടെ ആ SEO ടിപ്സ് എന്നുള്ള വാക്കിന് ആ SEO ടിപ്സിൻ്റെ കാറ്റഗറി പേജോ ടാഗ് പേജോ നമുക്ക് റാങ്ക് ചെയ്യിക്കാനും പറ്റും. ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്ത് കഴിയും. ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജ് SEO എന്നുള്ള വാക്കിനോ SEO ടിപ്സ് എന്നുള്ള വാക്കിനോ ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കുക എന്നുള്ളത് വലിയ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക. SEO എന്ന് അടിക്കുമ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് മോസോ സെർച്ച് എഞ്ചിൻ ലാൻഡോ അങ്ങനെ വലിയ അധികായന്മാരായിട്ടുള്ള സൈറ്റുകളാണ് വരിക. നമ്മളൊക്കെ വെറും നൊത്തൂലികളാണ്. നമ്മൾ ഈ സ്രാവിൻ്റെ ഇടയിൽ കൂടെ തിമിംഗലത്തിൻ്റെ ഇടയിൽ കൂടെ നീന്തിപ്പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? SEO എന്നുള്ള വാക്കിന് നമ്മളെ പേജോ വെബ്സൈറ്റോ ഒന്നും റാങ്ക് ചെയ്ത് വരത്തില്ല. എന്നാൽ SEO ടിപ്സ് എന്നുള്ള വാക്കുകൾ നമ്മൾ ടാഗായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന 100 കണക്കിന് വെബ്സൈറ്റിൻ്റെ പോസ്റ്റുകളിലേക്ക് എഴുതുന്ന വെച്ചോ. നമ്മളെ വെബ്സൈറ്റിനകത്ത് തന്നെ നമ്മൾ 150 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 150 SEO പറ്റിയാണ് എഴുതിക്കണേ. അതിനകത്തെല്ലാം നമ്മൾ എന്ത് ചെയ്തു? SEO എന്നുള്ള ടാഗ് ആഡ് ചെയ്തു. എന്നിട്ട് ടാഗിൻ്റെ പേജിനെ പോയി നമ്മൾ പ്രത്യേകം ഓപ്റ്റിമൈസ് ചെയ്തു. അതിന് ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം SEO എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? നമ്മൾ ടാഗിൻ്റെ പേജോ കാറ്റഗറിയുടെ പേജോ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരും. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ ഹോട്ട് കാറ്റഗറിയിലുള്ള നമ്മൾ പേജിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാക്കുകളായിരിക്കും കാറ്റഗറി ആയിട്ട് ടാഗായിട്ട് കൊടുക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കത്തില്ല? ഫോക്കസിങ് കീവേഡ് കൊടുക്കില്ല. ഫോക്കസിങ് കീവേഡ് കൊടുക്കുമ്പോൾ ആ കീവേഡിന് തന്നെ നമ്മളൊരു റെക്കമെൻഡേഷൻ നമ്മളെ തന്നെ വെബ്സൈറ്റിനകത്തുള്ള വേറൊരു ഇൻറ്റേർണൽ പേജിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പേജ് ഒട്ടും പവർഫുൾ അല്ല. ഇപ്പം നമ്മളെ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഷോപ്പ് ഇട്ടൊക്കെയാണ്. എൻ്റെ മെഡിക്കൽ ഷോപ്പിൽ പാരസെറ്റമോൾ വാങ്ങിക്കാൻ വന്ന ആളാണ് ബോബി. ഞാൻ പറയാണ്, ഓക്കെ, എൻ്റെ ഒരു സഹോദര സ്ഥാപനം തൊട്ടടുത്തുണ്ട്, നമ്മളെ തന്നെ ഒരു ബ്രാഞ്ച് തൊട്ടടുത്തുണ്ട്, അവിടെ പോയി വാങ്ങിച്ചോളെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ പാരസെറ്റമോൾ ഇല്ല. അപ്പം നഷ്ടം നമുക്ക് തന്നെയല്ലേ വരിക? നമുക്ക് എൻ്റെ സഹോദര സ്ഥാപനമാണല്ലോ, എൻ്റെ ബ്രാഞ്ച് തന്നെയാണല്ലോ, അവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ബോബി എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, സാർ ചേട്ടൻ്റെ കടയിൽ വരാൻ എങ്ങനെ വരേണ്ടത്? അപ്പോൾ ഞാൻ പറയാണ്, ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് ഇന്ന റോഡിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കണത്? അവിടെയാണ് നിൽക്കണം. ഒരു കാര്യം ചെയ്തോ, നമുക്ക് അവിടെ ഷോപ്പുണ്ട്, ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ അവിടെ നിന്ന് മേടിച്ച സാധനം. അങ്ങനെ പറയുന്നു വെച്ചോ. പക്ഷേ പറയുന്നിടത്ത് സാധനം ഇല്ലെങ്കിലോ? അതേപോലെ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോക്കസിങ് കീവേഡ് കൊടുക്കലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് തന്നെ ഇന്നർ പേജിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ പേജ് അതിന് എലിജിബിൾ അല്ലെങ്കിലോ? അത് ആ കീവേഡിന് നമ്മൾ ഒത്തിരി റെക്കമെൻഡേഷൻ കൊടുത്താലും ആ പേജിന് ആ
എന്താ കാറ്റഗറി പേജിനെയോ ടാഗിൻ്റെ പേജിനെയോ ഗൂഗിൾ ആ കീവേഡിന് റാങ്ക് ചെയ്യത്തില്ല. കാരണം അതിനനുസരിച്ചുള്ള കണ്ടന്റ് അതിനകത്ത് കൊടുത്തിട്ടില്ല. അതിന് ടാഗ് ചെയ്തേക്കുന്ന പേജാണ്, അതിന് പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇതിലേക്ക് സ്ഥലത്തേക്ക് നമ്മൾ ടാങ്കിൽ നിന്ന് ഒരു കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്ത് വെറുതെ ഇട്ടേക്കണമെന്നേ ഉള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത ലിങ്ക് പോലെയല്ല. നോക്കിയേ, നമ്മളെ വീട്ടിനകത്ത് 5 പ്രധാനപ്പെട്ട മുറികളിലേക്കുള്ള വാഷ്റൂമിലേക്കും വാഷ് ബേസിലേക്കൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമാണ്. എന്നാലേ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കൈ കഴുകാനോ മുഖം കഴുകാനോ ഒക്കെ പറ്റുള്ളൂ. കറക്റ്റല്ലേ? എന്നാൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ തുടങ്ങാനും ഭാവിയിൽ എപ്പോഴെങ്കിലും തുടങ്ങാൻ സാധ്യതയുള്ള ഒരു വിശ്രമ റൂമിക്ക് വേണ്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലം, അതിലേക്ക് വെറുതെ കണക്ഷൻ കൊടുത്ത് പൈപ്പും തുറന്നിട്ടേക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അറിയുന്നേയില്ല അവിടെ കൂടെ വെള്ളം പോകുന്നുണ്ടെന്നുള്ളത്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഫോക്കസിങ് കീവേഡ് തന്നെ കാറ്റഗറി, നമ്മളെ തന്നെ കാറ്റഗറി പേജിലേക്കോ ടാഗിൻ്റെ പേജിലേക്കോ ലിങ്ക് കൊടുക്കും. ഫോക്കസിങ് കീവേഡിൽ ടാഗ് ആഡ് ചെയ്യണതും കാറ്റഗറി ആഡ് ചെയ്യണതും കുറച്ചുകൂടെ ക്ലിയർ ആയാ? അതോ ഉള്ളതും കൂടെ പോയാ? ചെയ്യരുത്. ടാഗും കാറ്റഗറിയും ചെയ്യണ്ട. കാരണം അത് 2 കീവേഡിലും 2 സ്ഥലത്തേക്കും ലിങ്ക് പോകുന്നുണ്ട്. കാറ്റഗറി വഴിയും ടാഗ് വഴിയും ലിങ്ക് പോകുന്നുണ്ടാകും. അപ്പോൾ നമ്മളെ പേജ് ഗൂഗിൾ ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അതേ കീവേഡ് തന്നെ നമ്മളെ തന്നെ കാറ്റഗറി പേജിലേക്ക് റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്യുന്ന രീതി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പൈപ്പിൻ്റെ കണക്ഷൻ അവിടെ വച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ വെള്ളം വിടേണ്ട ആവശ്യമില്ല. നമ്മളെ ടാങ്കിലുള്ള വെള്ളം, പ്രീഷ്യസ് ആയിട്ടുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വെള്ളം നിറഞ്ഞു കളയണതാണ്. നമ്മൾ എന്താണ്, ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, ഭയങ്കര ഒരുപാട് വെള്ളം കിട്ടുന്ന സ്ഥലത്തൊന്നും ഇത് ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല. ഒരുപാട് ലാട്ടുണ്ടെങ്കിൽ വെള്ളമുള്ള സ്ഥലമാണ്. അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് സംഗതിയല്ല. അപ്പോൾ അവിടെ അവർക്ക് വെള്ളം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയാണ്, ഇവിടെ നിന്ന് വെള്ളം കളഞ്ഞാലും നേരെ കിണറ്റിൽ തന്നെ വരുമല്ലോ, നമുക്ക് വീണ്ടും അവിടെ നിന്ന് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്കൊരു നഷ്ടമില്ല. അപ്പോൾ ഒരുപാട് ഇക്വിറ്റി നമുക്ക് പാസ് ചെയ്ത് പോകാൻ കുഴപ്പമില്ലാത്തൊരു വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ നമുക്ക് സൂക്ഷ്മതയോടുകൂടി ആ ഇക്വിറ്റി പിടിച്ച് നിർത്തി അതിൻ്റെ ലെവലിൽ നമുക്ക് റാങ്ക് ചെയ്ത് നിർത്തുക. ഇനി ഇതിനകത്തൊരു ഫ്ലക്ച്വേഷൻ വരാം. നിങ്ങൾ ഒരുപാട് ടാഗ് ആഡ് ചെയ്യുന്നു. നിങ്ങളെ പേജിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ടാഗ് പേജോ കാറ്റഗറി പേജോ പവർഫുൾ ആവണമെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന ഒരു 25ഓളം പേജുകളിൽ നിന്ന് ആ കാറ്റഗറിക്ക് തന്നെ ലിങ്ക് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ 25 പേജിൽ നിന്നും ചെറിയ ചെറിയ അംശം വീതം ജലം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ശേഖരിച്ച് നിങ്ങളെ പേജിനേക്കാളും പ്രാധാന്യമുള്ളൊരു പേജായിട്ട് അത് മാറി. പക്ഷേ ആ പേജിനകത്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ചു നിർത്താനുള്ള കണ്ടൻറ്റ് അവിടെ ഇല്ല. തീർന്നില്ലേ? ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രോഡക്റ്റ് പേജാണ് കൊടുക്കണത്. ആ പ്രോഡക്റ്റ് പേജ് ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ കാറ്റഗറി പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും കിട്ടും. പക്ഷേ അതൊരു ലാൻഡിംഗ് പേജ് അല്ല, അതൊരു ഓർഡർ പേജാണ്. ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളുടെ വെബ്സൈറ്റ് വരുന്ന ആളിനെ എവിടെ എത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിൽക്കുന്ന എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾ കാണിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അവരെ മനസ്സ് മാറിപ്പോവും. മനസ്സ് മാറിപ്പോകാൻ ഒരു ചാൻസ് മതി. നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളുടെ പടങ്ങളിൽ ഏതെങ്കിലും ഒരു പൊട്ട ഇമേജ് ഉണ്ടായാൽ മതി, അവർ വാങ്ങിക്കാൻ വന്നതുപോലും വാങ്ങിക്കാതെ പോകും. ഉറപ്പല്ലേ? ഒരു സംശയം വേണ്ട. അങ്ങനെ നമുക്ക് നടന്നേക്കാവുന്ന ഒരു എൻക്വയറിയോ കൺവേർഷനോ ചിലപ്പം മിസ്സായി പോകാനും സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്ന കീവേഡ് നമ്മൾ ടാഗ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോക്കസ് ചെയ്യുന്ന കീവേഡ് തന്നെ കാറ്റഗറി ആഡ് ചെയ്യേണ്ട. അതുപോലെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ ടേംസ് ഒക്കെ കൊടുക്കാം. അത് നമ്മളുടെ പേജിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടന്റിനെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിനും ആ പേജിനെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ടുള്ള വിവരമോ ആ പേജുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളോ എഴുതിയിരിക്കുന്ന കണ്ടൻസോ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കൊടുക്കാൻ പറ്റിയൊരു ടേം, അത് നമുക്ക് കാറ്റഗറി ആയിട്ട് കൊടുക്കാം. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നും മനസ്സിലായി കാണില്ല. നോക്കി, നമ്മളെ പേജുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ഇൻഫോ കൊടുക്കുന്ന ഒരു സ്ഥലമോ അതേ ടോപ്പിക്കിൽ തന്നെ നമ്മൾ ആൾറെഡി കുറേ കണ്ടൻസ് ചെയ്തിട്ടുണ്ട്, കുറേ ബ്ലോഗ് പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ആ ബ്ലോഗ് പോസ്റ്റൊക്കെ ലിസ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി കാറ്റഗറി ആയിട്ട് കൊടുക്കാം. നല്ലതാണ്. ഇനി ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയകളെ പറ്റി ഞാൻ ഒരു 25 പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 25 പോസ്റ്റിലും നമ്മൾ 10 എണ്ണം ഫേസ്ബുക്കിനെ പറ്റിയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കൊക്കെ ഫേസ്ബുക്ക് എന്നുള്ള കാറ്റഗറി കൊടുക്കാം. അപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ള കാറ്റഗറി ലിസ്റ്റിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഏതൊക്കെയാണോ ഫേസ്ബുക്കിനെ പറ്റി എഴുതിക്കുന്നത് അത് മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പം വരുന്ന ആളിന് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം അറിഞ്ഞാൽ മതി.
ഞാൻ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സ് മാത്രം അദ്ദേഹത്തിന് കേട്ടാൽ മതി, കണ്ടാൽ മതി, വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഫേസ്ബുക്ക് എന്നുള്ള കാറ്റഗറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ കാറ്റഗറി ലിസ്റ്റിങ്ങിനകത്ത് കാണിക്കുന്ന എല്ലാ സ്ഥലത്തും പോയി കാണിക്കാം. ഇനി നമുക്ക് യോസിനകത്ത് തന്നെ കാറ്റഗറീസും ടാഗിൻ്റെയും പേജ് പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കാറ്റഗറീനെയും ടാഗിനെയും പേജിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്യാനും പറ്റും. അതിന് പ്രത്യേക ടൈറ്റിൽ യോസിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം അവിടെയും കാണിക്കും. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, കണ്ടൻറ്റൊക്കെ കൊടുക്കാം, റെപ്രസെൻ്റ് ചെയ്യുന്ന ഇമേജ് കൊടുക്കാം. അങ്ങനെയുള്ള ഫീച്ചറും വേർഡ്പ്രസ്സിനകത്തുണ്ട്. ഓക്കെ, ഇപ്പം അറ്റൻഡൻസ് എടുക്കുകയാണ് കേട്ടോ. ഒരു സെക്കൻഡേ. ഓൺലൈനിലുള്ള ആൾക്കാർ ആദ്യം ആരും എടുക്കുക. ഓഫ്ലൈനുള്ള ആൾക്കാർ എടുത്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ എടുക്കാം. അറ്റൻഡൻസ് എടുക്കുകയാണ്. ഓൺലൈനിലുള്ള ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം. ഇത്രയും പേരെ കണ്ടാൽ മതിയല്ലോ. അജീഷ് പറഞ്ഞു. ആൻസി ഉണ്ട്. ഫാത്തിമ ഇല്ല. ഫാത്തിമനെ നൈനിനെ കൊണ്ട് വിളിപ്പിക്കണം കേട്ടോ. മിഷാലില്ല. മിഷാലിനെ വിളിപ്പിക്കണം. രൂപേഷ് ഇല്ല. ജോൺ ജോസഫ് ഉണ്ട്. നിതിൻ ഹരിദാസ് ഇല്ല. അജീഷ് ഉണ്ട്. രതീഷ് ഇല്ല. അംബരീഷ് ഉണ്ട്. ബ്ലസ്സി ഉണ്ട്. അപ്പോൾ ഇനി ഓഫ്ലൈൻ കൂടെ എടുത്താ? ഓഫ്ലൈൻ കഴിഞ്ഞാ? നേരത്തെ എടുത്തായിരുന്നു. ഓക്കെ. വലിയ ബ്ലോഗറിൽ ബുക്ക് മാർക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല അല്ലേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വിളിക്കായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇനി ബ്ലോഗറിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അജീഷിന് ചെയ്യേണ്ടത് ആ ബ്ലോഗറിൻ്റെ പോസ്റ്റിനകത്തോട്ട് വന്നേ. അവിടെ ഇനി ബാക്കി നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് അതിന് ആ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാരഗ്രാഫുകൾ എഴുതുക, നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്യുക, അട്രാക്റ്റീവ് ആക്കുക. നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ജനറലായിട്ട് ആൾക്കാരെ എന്തെങ്കിലും മെസ്സേജോ വാല്യൂ കൊടുക്കുക എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കഴിവിൻ്റെ പരമാവധി വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇമേജൊക്കെ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻഫോഗ്രാഫിക്സ് കേട്ടിട്ടുണ്ടോ? ഇൻഫോഗ്രാഫിക്സ് എന്താ? ഇൻഫോഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജ് ഫോർമാറ്റുകളാണ് ഇൻഫോഗ്രാഫിക്സ്. ഇപ്പം നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി, ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, SEO സക്സസ്സിനെ പറ്റി പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംഗതിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു പുതിയ ടൂളിൻ്റെ വരവോട് കൂടി ആൾക്കാർക്ക്, SEO ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സക്സസ് റേറ്റ് കൂടി, AI വരവോട് കൂടി ആ AI ഉപയോഗിക്കുന്ന SEOമാരുടെ സക്സസ് റേറ്റ് കാണിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് നോക്കി. അതായത് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ഇമേജ് വേണമെങ്കിൽ നമ്മൾ എക്സൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോഗ്രാഫിക്സ് ഇമേജ് റെഡിയാക്കാം. അതായത് 2 കമ്പാരിസണാണ്. AI ഉപയോഗിക്കുന്ന SEOമാരുടെയും AI ഉപയോഗിക്കാത്ത സാധാരണ രീതി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അവർ ഇത്ര കാലഘട്ടത്തിൽ അവരെങ്ങനെയൊക്കെ, അതായത് AI ഉപയോഗിക്കാത്ത ആൾക്കാർ അവരുടെ സ്കിൽസ്, ടെക്നിക്കലി ഉള്ള സ്കിൽസ് മാത്രം ഉപയോഗിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ അവർ ഒറ്റ നിമിഷത്തിൽ എന്ത് ചെയ്തു, AI ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നല്ല വളരെ ഇതായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് കണ്ടൻറ് ജനറേറ്റ് ചെയ്യാനോ, ടിപ്സുകൾ തിരക്കാനോ, പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്താനോ, കണ്ടൻറ് ഇമേജസ്, വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനോ AI ഉപയോഗിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കൂടുതൽ കണ്ടൻറ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ ഗ്രോത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നതിനെ പറ്റിയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അങ്ങനെ കണക്കുകൾ കാണിക്കുന്ന സംഗതിയാണ്. അത് നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടോപ്പിക്കാണ് പറയാം. ഉദാഹരണത്തിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയാണ് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പ്രാധാന്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സമയത്ത് നമുക്ക് നെറ്റൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഡിവൈസുകൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ പെട്ടെന്ന് നമ്മൾ നെറ്റ് ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി. പെട്ടെന്നൊരു പോയിന്റിലാണ് നമുക്ക് കൂടിയത്. അതുവരെ അമേരിക്കക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ നെറ്റ് ഉപയോഗിച്ചിരുന്ന ഉപഭോക്താക്കളെങ്കിൽ അവരിങ്ങനെ പോവായിരുന്നു. നമ്മളിങ്ങനെ പോയിട്ട് ഒരൊറ്റ കയറ്റമാണ് പോയി. ഒറ്റയടിക്ക് ഇന്ത്യ ലോകത്തുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളെയും പിന്തള്ളി നെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലും ശരാശരിയിലും നമ്മളൊരു ഭയങ്കര സ്പൈക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത്, ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വളരെ ഉണ്ടായ സ്ഥിതിക്ക് ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാനുള്ള സാധ്യതയും കൂടിയില്ലേ. ഇനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞതെങ്കിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണക്ക്, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന
സംഗതികളുടെ കണക്ക് അനുസരിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം ഇത്രയാണ്, അല്ലെങ്കിൽ ഇന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത്ര ആൾക്കാരെ ഉപയോഗിച്ചെന്നുള്ളൂ, എന്നാൽ ഇത്ര കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വലിയ ഇതായി. എന്താ ടിക്ടോക്ക് നിരോധനത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ ബാക്കി സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വലിയ ഹൈപ്പ് ഉണ്ടായി. അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഗതി നമ്മൾ പറഞ്ഞ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇൻഫോഗ്രാഫിക്സ് ആഡ് ചെയ്യണത് നമ്മൾ എന്ത് ടോപ്പിക്കിനെ പറ്റി ഇത് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും കൊടുക്കുക. ഇപ്പം ഞാൻ SEO സക്സസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്കുള്ള SEOയിലുള്ള ട്രെൻഡുകൾ, അതിനകത്ത് പല ട്രെൻഡുകൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ചില ട്രെൻഡുകൾ എന്തെങ്കിലും ഗസ്റ്റ് ബ്ലോഗിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുണ്ടാക്കാം. എന്നാൽ അടുത്ത ഒരു കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ChatGPT ഒക്കെ വന്നതിന് ശേഷമുള്ള ട്രെൻഡ് ഉറപ്പായിട്ടും AI ആണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നത് അല്ലേ. പല AI ടൂൾ ഉപയോഗിച്ച് കണ്ടൻസ് ജനറേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കാം, മോഡിഫൈ ചെയ്യാം. AI ടൂൾ ഉപയോഗിച്ച് ടെക്നിക്കലായിട്ടുള്ള SEO ചെയ്യാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ടെക്നിക്കലി നമ്മൾ റീഡയറക്ഷൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റ് എന്തോ ഇഷ്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നി, വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് അറിയത്തില്ല. ഉദാഹരണത്തിന് സ്കീമ മാർക്കപ്പ് പോലെ അഡ്വാൻസ് SEO പ്രാക്ടീസോ AMP ചെയ്യണം. ഇപ്പോൾ അവർ ടെക്നിക്കലി അത് ചെയ്യാനായിട്ടൊരു പ്ലഗിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ അത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണം. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് AMP നമ്മൾ ടെക്നിക്കലി ഇത് ചെയ്ത് പഠിക്കുമ്പോൾ ഇവർക്കറിയാം. AMP നമ്മൾ പഠിച്ച സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് പഠിച്ചാണ് ചെയ്തല്ലേ. AMPയുടെ ഒരു പേജിനെ സേവാസ് ചെയ്ത് AMP ആക്കുന്നു, AMPയുടെ സിമ്പൽ കൊടുക്കുന്നു, കാനിക്കൽ ടാഗ് കൊടുക്കുന്നു, അസിംഗ്ലസ് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നു, അങ്ങനെ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞാണ് പോയത്. എന്നാൽ ഈ പോയിൻ്റ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളിന് AMP എന്നൊരു സംഗതി ഉണ്ടെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിന് പ്രത്യേക സ്ക്രിപ്റ്റ് ആണെന്നും അയാൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അയാൾക്ക് തോന്നി, അയാൾക്ക് അറിയാൻ പറ്റി, എവിടെ നിന്ന് വായിച്ചറിഞ്ഞു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ChatGPT ചെന്ന് ചോദിച്ചു, എൻ്റെ പേജ് ഇതാണ്, എനിക്ക് ഈ പേജിന് വേണ്ടി ഒരു AMP വാലിഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വേണം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ HTML പേജുകൾ എഡിറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്ത് പേജുകൾ ക്രിയേറ്റ് ചെയ്യുകയോ സേവാസിയോ ചെയ്തുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ ആ ChatGPT അപ്പം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അയാൾക്ക് നിമിഷ നേരം കൊണ്ട് ആ പേജിനെ AMP ആക്കാൻ പറ്റും. ഒരു സംശയം വേണ്ട. അതിപ്പോൾ ഞാൻ നോക്കിയേ, അജീഷ് ChatGPT ഉപയോഗിക്കുന്നതല്ലേ. അജീഷിൻ്റെ HTML പേജ് എടുത്തേ. നിങ്ങൾക്ക് AMP പഠിപ്പിച്ച് തുടങ്ങിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. HTML പേജിൻ്റെ ഏതെങ്കിലും HTML പേജ് അവിടെ നിന്ന് പേസ്റ്റ് കോപ്പി ചെയ്തെടുത്തേ. SEO കൊച്ചിയുടെ എടുത്തോ, അതായിരിക്കും നല്ലത്. SEO സൂംസ് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, SEO സൂംസിൻ്റെ പേജ് ഓപ്പൺ ആക്കിയാണ്. ഇപ്പോൾ ഈ പേജാണ് SEO കൊച്ചിക്കകത്ത് ചെയ്തേക്കുന്ന അജീഷിൻ്റെ പേജ്. HTML പേജ് നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ, ഈ പേജ്. അപ്പോൾ ഈ പേജിനെ അജീഷ് ഒപ്റ്റിമൈസ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അജീഷ് എന്ത് ചെയ്യുന്നറിയോ, ഈ പേജിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഓഡിറ്റിനകത്ത് എന്ത് പറയും, ഇതിൻ്റെ AMP പേജ് ഇല്ല, അതൊരു ഡിഫക്റ്റ് ആയിട്ടോ ഒക്കെ കാണിക്കണമെങ്കിൽ അപ്പോഴാണ് അജീഷിന് തോന്നിയത്, AMP എന്നൊരു സാധനം ഉണ്ട്, AMP ആക്കാം, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. അജീഷിന് എന്ത് ചെയ്യാം, ChatGPT ഡിപ്പെൻഡ് ചെയ്യണം വെച്ചോ. ഇനി ആ URL കോപ്പി ചെയ്തിട്ട് ChatGPT എടുത്തേ. അജീഷേ, ChatGPT എടുത്തോ. അവിടെ നമ്മൾ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്താൽ മതി, സൈനും കൊടുത്തോ. എന്നിട്ട് ഗിവ് മീ AMP വാലിഡ് AMP സ്ക്രിപ്റ്റ് ഫോർ ദിസ് പേജ് എന്ന് കൊടുത്തിട്ട് URL കൊടുത്താൽ മതി. ഗിവ് മീ വാലിഡ് AMP സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ AMP മാർക്കപ്പ് എന്ന് കൊടുത്താൽ മതി. AMP മാർക്കപ്പ് കോഡ്, മാർക്കപ്പ് എന്ന് പറയുമ്പോൾ കോഡും കൂടെ കൊടുക്കണം, മാർക്കപ്പ് കോഡ് ഫോർ ദി പേജ്. ഇത് ഞാൻ തിരുത്തി പറഞ്ഞതെന്നറിയോ, ഇതിനകത്ത് എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാൻ പ്രത്യേകം പഠിക്കണം. അപ്പം ഗിവ് മീ എ വാലിഡ് AMP മാർക്കപ്പ് കോഡ് ഫോർ ദി പേജ്. ഇനി സ്പേസ് കൊടുത്തിട്ട് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് URL കൊടുത്താൽ, ഇൻവെർട്ടർ കോമ URL പേസ്റ്റ് കൊടുക്കുക, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു, ഇതിൻ്റെ എൻ്റർ കൊടുത്ത് നോക്ക്. നല്ല മോഡല്ലെങ്കിൽ ചിലപ്പം ChatGPT വേറെ എന്തെങ്കിലും പോയിട്ട് നാളെ വരാൻ പറയും. നോക്കേ, വലിയ AMP പഠിച്ച ആളാണ്. അവിടെ നമുക്ക് AMPയുടെ സിമ്പൽ മുകളിൽ, AMPയുടെ സിമ്പലിനാണ് അവിടെ AMP എന്ന് എഴുതിക്കണം. HTML കോഡിനകത്ത് AMP എന്ന് കൊടുത്തേക്കുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ കാനിക്കൽ ടാഗ് വന്നിട്ടുണ്ട്, കണ്ടോ, കാനിക്കൽ ടാഗ് കിടക്കണുണ്ടോ. എന്നിട്ട് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് കിടപ്പുണ്ട്. താഴെ AMP ബോയിലർ പ്ലേറ്റിൻ്റെ കോഡ് കിടക്കണുണ്ടോ, കണ്ടോ, ബോയിലർ പ്ലേറ്റിൻ്റെ പേര് കണ്ടോ. കുറച്ച് താഴോട്ട് വന്നേ, സ്റ്റൈൽ എഴുതിക്കണുണ്ടോ, AMP കസ്റ്റം സ്റ്റൈൽ, ബോഡിക്കകത്ത് വരുന്ന സ്റ്റൈൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അസംഗിൾ സ്ക്രിപ്റ്റ് കിടക്കണുണ്ടോ, കണ്ടോ, CDN-നകത്ത് AMP project.org-കകത്തുള്ള v0.js ഓർക്കുന്നുണ്ടോ. ആ JS-നെ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി സ്ക്രിപ്റ്റ് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പക്ക AMP കോഡാണ് കിട്ടിക്കുന്നത്.
ഇനി എന്ത് ചെയ്താൽ മതി? അജീഷ് ഇതിനെ കോപ്പി ചെയ്ത് ഒരു AMP പേജായിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. AMP പേജ് റെഡിയായി. സത്യം പറഞ്ഞു ഇപ്പം ഇപ്പം വലിയ വിചാരിക്കണമെന്നറിയോ, ദൈവമേ ഇത് ചെയ്യാൻ മടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. അല്ല അജീഷ് ചെയ്യണ്ട കേട്ടോ, ഇപ്പം ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്ത് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് താഴോട്ട് വന്നേ. ഇതൊക്കെ ഹെഡ് സെഷനകത്തുള്ള മാറ്റങ്ങളാണ്. കോഡൊക്കെ കിടപ്പുണ്ട്, സ്റ്റൈലൊക്കെ കിടപ്പുണ്ട്, ബോയിലർ പ്ലേറ്റ് കണ്ടു. ഇനി താഴോട്ട് ഇനി കുറേ കോഡ് കാണും. ഇതെന്താണ്? CSS ഇൻലൈനായിട്ട് എഴുതിയിരിക്കണതാണ്. ഇനി അവിടെ എവിടെയെങ്കിലും ഇമേജ് വിളിക്കുന്ന സ്ഥലം ഉണ്ടാവും. അവിടെയാണ് മെയിനായിട്ട് വേറെ ബോഡിക്കകത്തുള്ള മെയിൻ വർക്ക് എന്താണ്? ഇമേജാണ്. അവിടെ എവിടെയെങ്കിലും IMG എന്ന് നോക്കി വയ്ക്കുക. ആണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും എന്താണ് നമ്മൾ കൊടുക്കുക? IMG SRC എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ AMB-IMG SRC എന്ന് പറഞ്ഞ് കൊടുക്കണം. പിന്നെ എന്തൊക്കെ എഴുതണം? വലിയ വിഡ്ത്തും ഹൈറ്റും പറയണം. ലേഔട്ട് ഈസ് ഈക്വൽ ടു റെസ്പോൺസീവ് എന്ന് കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്. ഓൾട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് AMB-IMG എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതി ക്ലോസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ആരോ എന്തോ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഇത് പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ? അംബരീഷാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇമേജിൻ്റെ AMB-യുടെ പറ്റി എന്തോ ചോദിച്ചാരോ. നിങ്ങളായിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ മറ്റേ സൺഡേ ബാച്ചിലായിരിക്കും. ആരോ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. AMB-IMG എന്ന് പ്രത്യേകം എഴുതി കൊടുക്കണം. ഇമേജ് SRC എന്നാണ് നമ്മൾ ഇമേജിനെ വിളിക്കുക. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? പ്രത്യേകം. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഒരു SEO സക്സസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റി പറയുമ്പം നമ്മൾ AI ടൂൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സക്സസ് റേറ്റ് അത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ്, ഇതിനെയൊക്കെ പറ്റിയുള്ള ഗ്രാഫിക്കൽ ഇൻ്റർപ്രഷൻ കൊടുക്കുന്നത് എവിടെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം പറയുന്ന പോസ്റ്റിനകത്താണ് കൊടുക്കുക. എന്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ആർട്ടിക്കിളിനകത്ത് കൺവേ ചെയ്യണേ. അവിടെ നമ്മൾ എന്താണ് പറയണത്? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുമെന്നുള്ളതാണ് ശരിക്കും സമർത്ഥിക്കുന്നതെങ്കിലും അത് അവസാനമേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷേ പറയുന്ന ബാക്കി എന്തൊക്കെയായിരിക്കും? കൂടുതൽ ആൾക്കാരും ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സെയിൽസ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. മിക്ക ആൾക്കാരും ഇപ്പം ഇത്ര ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരും അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ മിക്ക ഒരു ശതമാനവും ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് സമർത്ഥിക്കാം. അതിന് സപ്പോർട്ടീവായിട്ട് പറഞ്ഞാൽ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ നെറ്റ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ എണ്ണം ഇത്രയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ അത് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ് ഇല്ലേ? അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ്. ഇതൊക്കെ നമ്മൾ സമർത്ഥിച്ച് കൃത്യമായിട്ട് നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഓക്കെ ശരിയാണ്, ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാതിരുന്ന പറ്റത്തില്ല. അത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ചെയ്യാൻ പോകുന്നത് ഇല്ലേ? അങ്ങനെ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ നടക്കണം. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിനുള്ള സാധ്യത. ഒരു IT മേഖലയിലുള്ള ജോബ് സാധ്യത, ഒരു വലിയ നല്ല സാലറിക്കും നല്ല സാധ്യതയും, എന്നാൽ വലിയ മല്ലില്ലാത്ത പണിയാണല്ലോ. വെയിലത്തൊന്നും ഇറങ്ങി കഷ്ടപ്പെടണ്ടല്ലോ ഇല്ലേ? കഷ്ടപ്പാടില്ലെന്നാണ് പൊതുവെ പറയുക. പക്ഷേ കഷ്ടപ്പാട് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ടാവും. IT മേഖലയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ത്യാഗികളും മുന്നികളും ആയിരിക്കണം എപ്പോഴും. എനിക്ക് മനസ്സിൽ പറഞ്ഞ സംഗതിയാണ്, ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്തൊക്കെ ചില ആൾക്കാർ ചോദിക്കട്ടോ, നിങ്ങൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യണം, ഭയങ്കര തൊല്ല പിടിച്ച പണിയാണോ? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, തനിക്കവിടെ AC ഇട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് ഇരുന്നാൽ പോരെ എന്നായിരിക്കും ചില ആൾക്കാരുടെ സത്യം. ഓരോ ആൾക്കാരുടെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും വിശകലനങ്ങളും ഒക്കെയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ സുഖിക്കുകയല്ലേ, നമ്മളിവിടെ കിടന്ന് വളയം പിടിച്ച് അത് ഇത് ചെയ്തല്ലേ പോണത്, നമുക്ക് ഒരു മാസം ഇത്ര രൂപ ശമ്പളം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയണത്. നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് ഇരുന്ന് സുഖിച്ചാൽ പോരെ, അത് ഫുള്ള് AC എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ ചെയ്യുക. ചില ആൾക്കാർ ചോദിക്കും, ഭയങ്കര പാടുള്ള പണിയാണില്ലേ, കുടുംബജീവിതമൊക്കെ തകരുമോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. അത് നമ്മൾ കുടുംബജീവിതം നോക്കി നടത്തുന്നത് അനുസരിച്ചിരിക്കും. പിന്നെ വർക്ക് ലോഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലോഡ് ഉണ്ടാവും, വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ലോഡും ഉണ്ടാവില്ല. പിന്നെ അതിനകത്ത് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു പോകേണ്ട ആൾക്കാരും ഒക്കെയാണ്. പിന്നെ ചിലയിടത്ത് ഞാൻ പറയും, സത്യാവസ്ഥ പറയും, പണ്ട് കാലത്തൊക്കെ മുനികളുണ്ടായിരുന്നു. ആ മുനികൾ ഏതെങ്കിലും എവിടെയെങ്കിലും പോയി തപസ് ചെയ്യലായിരുന്നു അവരുടെ മെയിൻ പരിപാടി. അത് ഇന്നത്തെ കാലത്തുള്ള മുനികളെയാണ് ഈ ശരിക്കും IT-യിലുള്ള SEO ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ, ഈ പ്രോഗ്രാമിങ്ങും ആ തല പോയിക്കുന്ന ആൾക്കാരൊക്കെ വേണമെങ്കിൽ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന മുനികളുമായിട്ട് കമ്പയർ ചെയ്യാം. കാരണം അവർക്ക് ആ ഒരു കോഡിങ് ലോകത്തേക്ക് അവർ കടന്നു കഴിഞ്ഞതിൻ്റെ വർക്കിലായിട്ട് കമ്മിറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടോ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ കൊണ്ട് നടക്കുന്ന ആൾക്കാരില്ല. ഒരു പേരിന് വേണ്ടി ഒരു ജോബിന് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു മുനി വർക്കാണ്. മുനികൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? കണക്ക് ചെയ്യൂ, തപസ് ചെയ്യും ഇല്ലേ? അതുപോലെ മുനികളുടെ വർക്കാണ്. അതായത് ഒരു IT മേഖലയിൽ
എന്താ ഈ കോഡിങ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കാർ ശരിക്ക് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മുന്നുകൾ തന്നെയാണ്. അവർക്ക് വേറൊരു ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിരുന്ന് അവർ കോഡ് ചെയ്യുന്നു, പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, കോഡ് ചെയ്യുന്നു, എറർ അടിക്കുന്നു, ബഗ് വരുന്നു, പ്രശ്നം വരുന്നു, സോൾവ് ചെയ്യുന്നു. ഇത് എന്നായിരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ലൈഫ് തന്നെയാണ്. എന്നാരും വർണ്ണിച്ചു കേട്ടല്ലോ. എൻ്റെ ചിന്താഗതി ഒന്നെയാണ്. പിന്നെ നമുക്ക് നമ്മൾ തന്നെയാണല്ലോ നമ്മൾ സന്തോഷിക്കുകയും നമ്മൾ തന്നെയാണ് കരയുകയും ചെയ്യല്ലേ. എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരണമെങ്കിൽ കരയണമെന്ന് ഞാൻ കരയുക, അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണം തോന്നിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുക, ഇല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാം ഉള്ളതാണ് ജീവിതം. തിരിച്ചുവരാം നമുക്ക് സാഹിത്യത്തിലേക്ക്. അപ്പോൾ നമ്മൾ ട്രെൻഡുകളെ പറ്റി പറയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ടൂളുകളെ പറ്റി പറയുമ്പോഴത്തേക്കോ ട്രെൻഡ്സ്, ഇന്നൊവേഷൻ, സാലറി ഹൈക്ക്, അതാണ് ഞാൻ പറഞ്ഞു തന്നല്ലേ. ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി സാധ്യതകൾ നിങ്ങൾ വെറുതെ ഗൂഗിൾ സാലറി സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സാലറി പോസിബിലിറ്റീസ്. അപ്പം അവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കും. അവിടെ എഴുതി കാണിക്കുന്നതിനകത്ത് ചിലപ്പോൾ കുറേ ഇതില്ലാതെ കാണിക്കും, അതിരില്ലാതെ കാണിക്കും. അത് നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കും കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇയർ വൈസ്, എക്സ്പീരിയൻസ് വൈസൊക്കെയാണ് കാണിക്കുക. ഉദാഹരണത്തിന് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല സാലറിയാണ് കിട്ടുക. അതിലിപ്പോൾ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് 20,000 25,000 സാലറിയൊക്കെ ചില ടൂളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉള്ളത് വാസ്തവം. മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് 25,000 സാലറിയൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റും 1 വർഷം കഴിഞ്ഞാൽ. എന്നാൽ ഇതേ വർക്കിൻ്റെ പകുതി പണി പോലും അറിഞ്ഞുകൂടാത്ത, പകുതി വർക്ക് പോലും എടുക്കേണ്ടാത്ത ഫ്രഷറിന് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ 30,000 കിട്ടും. തുടക്കത്തിൽ മര്യാദയ്ക്ക് അവിടെ വർക്ക് ചെയ്ത് നിന്ന് പഠിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എന്തായാലും 30,000 കയറുന്ന ആളിന് 1 വർഷം കഴിയുമ്പോൾ എന്തായാലും 40-45 രൂപയൊക്കെ കയറിപ്പോവും. അപ്പോൾ നല്ല സാധ്യതയുള്ളതാണ് ബാംഗ്ലൂർ. എന്നാൽ ഈ ബാംഗ്ലൂർ 40,000 രൂപ കൊടുത്ത് 1 വർഷം കഴിഞ്ഞിട്ട് 40,000 രൂപ മേടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ കൂടെ പഠിച്ച ആൾ 6 മാസം കൊച്ചി വർക്ക് ചെയ്തിട്ട് ദുബായിക്കാണ് പോയതെന്ന് വെച്ചോ, അവൻ അവിടെ വാങ്ങിക്കുന്നുണ്ടാവും 1.5 ലക്ഷം രൂപ സാലറി. അപ്പോൾ കമ്പാരിറ്റീവിൽ എന്താണ്? ഇനി ഇതേ ബ്രാഞ്ചിലായിട്ട് അല്ലെങ്കിൽ ഇതേ ടീമിൽ തന്നെ പഠിച്ചിരുന്ന ഒരാൾ UK വർക്ക് ചെയ്യണമെന്ന് വെച്ചോ, അയാൾ 1 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്ന സാലറി അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയൊക്കെ ആയിരിക്കും. എനിക്ക് തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. ഒരേ ബാച്ച് പഠിച്ച ആൾക്കാർ, അതായത് ഒരു 2014-ലോ 15-ലോ ഒക്കെ പഠിച്ചിരിക്കുന്ന ഒരു ബാച്ചിൽ തന്നെ ഉള്ള ആൾക്കാർ 3 ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതേ ബാച്ചിൽ തന്നെയുള്ള ആൾക്കാർ 30,000 കൊണ്ട് നാട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. അവർക്ക് നാടാണ് ഇഷ്ടം, നാട്ടിലുള്ള ഇത്ര സാലറി മതി. പിന്നെ വിദേശത്തുള്ള ആൾക്കാർ ചോദിക്കണം, നിങ്ങൾ 3 ലക്ഷം രൂപ കിട്ടുമല്ലേ മാസം എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കണം, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്. അവർ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഇല്ലേ. ഇവിടെ ഇത് എങ്ങനെയാണ്? ഇപ്പം ചിലപ്പോഴത്തൊക്കെ ഞാൻ പറയും, ഓക്കെ നിങ്ങൾ തൃശ്ശൂരാണെങ്കിലും വർക്കിന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെയൊക്കെ ചിലപ്പം തൃശ്ശൂരൊക്കെ ചാലക്കുടി, തൃശ്ശൂർ, കൊരട്ടി, ഇൻഫോ പാർക്കിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിനിന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, എറണാകുളത്തൊന്ന് വർക്ക് ചെയ്യണമെന്ന് നല്ലത്. സാലറി ഹൈക്കൊക്കെ ബെറ്റർ ആയിട്ട് ഇത് കിട്ടും. ഇപ്പം ഇവിടെ തന്നെ ഒരു ബാച്ചിൽ തൃശ്ശൂരുള്ള 2 പിള്ളേരും എറണാകുളത്തുള്ള 2 പിള്ളേരും പഠിച്ചു. തൃശ്ശൂരുള്ളവർ എന്ത് ചെയ്തു? അവർ എളുപ്പത്തിന് അവിടെ കിട്ടിയപ്പോൾ അവിടെ തൃശ്ശൂരുള്ള ഒരു കമ്പനി തന്നെ ജോയിൻ ചെയ്തു. ചിലപ്പോൾ 8,000 രൂപയ്ക്കോ 6,000 രൂപയ്ക്കോ കയറി അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. സെയിം ടൈമിൽ അവരെ കൂടെ പഠിച്ച ആൾ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് 12,000 രൂപയ്ക്കായിരിക്കും. ചിലപ്പോൾ ഒരു 14,000 രൂപയോ 15,000 രൂപ കിട്ടിയെന്ന് വരും. ഈ 6,000 രൂപ 8,000 രൂപ കിട്ടിക്കുന്ന ആൾ 12,000 രൂപയിലോട്ടോ 15,000 രൂപയിലോട്ടോ ഹൈക്ക് വരണമെങ്കിൽ എത്ര നാൾ എടുക്കുമായിരിക്കും? ചിലപ്പോൾ 6 മാസമോ 1 വർഷമൊക്കെ എടുക്കണ്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നാൽ അവർക്ക് സീസൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചാലക്കുടിയിലൊക്കെ ആയിരിക്കും വീട്. അവിടെ നിന്ന് 1 മണിക്കൂർ ബസ് കയറുന്നതിനേക്കാൾ ഇവിടെ നിന്ന് നടന്ന് കാക്കനാടും ഇവിടെയൊക്കെ കിടന്ന് ബ്ലോക്കിൽ കിടന്ന് കിടക്കുന്നതിനേക്കാളും പെട്ടെന്ന് അവർക്ക് എത്താനും പെട്ടെന്ന് അവർക്ക് വീട്ടിൽ എത്താനും പറ്റും. കാര്യമായിട്ട് പിന്നെ ഇവിടെ കല്ലൂരുള്ള ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾ വർക്ക് കഴിഞ്ഞ് 2 മിനിറ്റ് നടന്ന് നോർത്തിൽ വന്നിട്ട് ട്രെയിനിൽ കയറി വീട്ടിൽ പോയി കഞ്ഞൂടി കഴിഞ്ഞാലും ഇവിടെ നിന്ന് മടവന വരെ പോകാൻ അല്ലെങ്കിൽ പനങ്ങാട് വരെ പോകാനുള്ള ആൾ എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? വൈകിട്ട് എത്തിയിട്ടുണ്ടാവുള്ളൂ. ബ്ലോക്കില്ലേ ബസ്സിലൊക്കെ പോകുന്ന സമയത്തുള്ള ബ്ലോക്ക്. പിന്നെ ഇവിടെ മെട്രോ ഒക്കെ വന്നതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അങ്ങനെ പോകാം. ഓക്കെ, തിരിച്ചു വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ് കാട് കയറി കുറേ പോയി. അപ്പം ട്രെൻഡുകളായിട്ട് നമുക്ക് പറയാം. പറഞ്ഞു അജീഷ് പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഇപ്പം പറഞ്ഞല്ലോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് പഠിക്കുന്നവർക്ക് ഇന്റർനാഷണലി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും. നമ്മൾ ലിങ്ക്ഡിൻ വഴിയാണോ അതറിയുന്നത്, അതോ വേറെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. നോക്കി, നിങ്ങൾക്ക് 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഒരു ഏത് കൺട്രിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കുക. ഒന്ന്,
ചില ജർമ്മൻ കൺട്രിയിലൊക്കെ പോകാനായിട്ട് നമുക്കറിയാലോ വേറെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഇതുപോലുള്ള വാക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. ചില കൺട്രിയിൽ അവിടെ ഇത് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, വേറെ പെർമിഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പം ഒരു കമ്പനിയിൽ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ആ കമ്പനിക്കാർ നമുക്ക് വർക്ക് പെർമിറ്റ് തന്ന് നമ്മളെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരൊക്കെ ഓക്കെയാണ്. അവർ അതിനുള്ള വോയിസ് അവർക്ക് അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അയർലൻഡ് പോലെയുള്ള കൺട്രികളിൽ, UK, ഇംഗ്ലണ്ട് പോലെയുള്ള കമ്പനികളിലൊക്കെ സാലറി ഹൈക്ക് ഭയങ്കരമാണ്, നല്ല സാലറി കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതായിരിക്കണം, കിട്ടും. ഇനി അത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നോക്കുന്ന സ്ഥലമാണല്ലോ ഗൾഫ് മേഖല. ഗൾഫ് മേഖലയിൽ കിട്ടും. അവിടെയൊക്കെ ജോബ് കിട്ടാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം ഗൾഫിൽ പ്രത്യേകിച്ച് കിട്ടാനായിട്ട് BYT.com, BYT.com. ഇപ്പം നിങ്ങളൊന്നും ചെയ്യണ്ട, ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോ, അല്ലെങ്കിൽ കുറിച്ച് വെച്ചോ. ഗൾഫിൽ പോയി ഇപ്പോൾ 2 വർഷം ഇവിടെ ഒരു 6 മാസമോ 1 വർഷമോ 1.5 വർഷമൊക്കെ ഇവിടെ വർക്ക് ചെയ്ത് കുറച്ച് പണിയൊക്കെ പഠിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഗൾഫിലേക്ക് പറന്ന് ഒരു 2.5 ലക്ഷമോ 3 ലക്ഷം രൂപ സാലറി ഒക്കെയാണ് വാങ്ങിക്കാൻ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നതെങ്കിൽ, അങ്ങനെ ഒരു 5-6 വർഷം വർക്ക് ചെയ്തിട്ട് കുറച്ച് കാശൊക്കെ ആയിട്ട് ഇനി പോരാമല്ലോ. എന്നൊക്കെയാണ് നമ്മൾ സെറ്റിൽ ആവാനാണ് നോക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സൈറ്റാണ് BYT.com. IT മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO റിലേറ്റഡായിട്ടുള്ള ഒരുപാട് ജോബ് വേക്കൻസി വരാറുണ്ട്. BYT.comനകത്ത് ഒരു റെസ്യൂം തയ്യാറാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ സ്കിൽസൊക്കെ ആഡ് ചെയ്യുന്ന അപ്ഡേറ്റ്. പിന്നെ നേരത്തെ അജീഷ് ചോദിച്ച ലിങ്ക്ഡിൻ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ വർക്ക് തുടങ്ങി, നിങ്ങൾ ക്ലാസ് തുടങ്ങിയതിൻ്റെ അന്നോ പിറ്റന്നോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ലിങ്ക്ഡിനകത്ത് നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ പിക്ചർ കൊടുക്കണം, പ്രൊഫഷണൽ ലുക്കുള്ള പിക്ചർ കൊടുക്കണം. ഇന്നും ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വാട്സപ്പിൽ വന്ന ലിങ്ക് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആരോ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല. ആരാണ്? ശ്രാവൺ. ഇന്നലെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശ്രാവണെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ശ്രാവൺ വന്നില്ലല്ലേ? എന്താണ് ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് കൊടുക്കാൻ, പ്രൊഫൈൽ പിക്ചർ കൊടുക്കാനായിട്ട്? എല്ലാവരുടെ കയ്യിലും മൊബൈലും ക്യാമറയും എല്ലാമായിട്ട് നടക്കുന്നിടത്ത് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് നല്ല ഏതെങ്കിലും AI ടൂൾ വെച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇടുക ഇല്ലേ? വലിയ പ്രയാസമുണ്ടോ? നമുക്കൊന്നും വലിയ പ്രയാസമുള്ളതാണ്. എന്തൊക്കെ സാധനങ്ങളുണ്ട്. എന്തെങ്കിലും അത് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഫോട്ടോസൊക്കെ എടുത്ത് എന്താ ഫിൽറ്ററൊക്കെ ഇട്ട് പച്ചയാക്കിയോ മഞ്ഞയാക്കിയോ ചുവപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? അതേപോലെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു പിക്ചർ, അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ഫോട്ടോ എടുത്ത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിക്കുക, അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ എത്ര പാട്. അപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റുകൾ ആഡ് ചെയ്യുക. ലിങ്ക്ഡിനകത്ത് നിങ്ങളെ ടോപ്പിക്കുമായിട്ട് ഏത് ഏരിയയിൽ നിങ്ങൾ വിസിബിൾ ആകാൻ ആഗ്രഹിക്കുന്നോ ആ ഏരിയയിൽ വിസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യോ, ഇൻട്രാക്ട് ചെയ്യോ, കമൻറ്റ് ചെയ്യോ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കണക്ഷൻസ് വരും. നല്ല കണക്ഷൻസ് നോക്കുക. അതിനകത്ത് തന്നെ വേക്കൻസി വരും. ലിങ്ക്ഡിനകത്ത് തന്നെ ജോബ് നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്ത് വരും, അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് വരും. അതൊക്കെ എടുത്ത് നോക്കി ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ 1-2 അപ്ലൈ ചെയ്താൽ മതി, പിന്നെ മാല പോലെ വന്നുകൊണ്ടിരിക്കും. അത് നല്ലൊരു റിസോഴ്സാണ്. അപ്പം ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബൈറ്റ് പോലുള്ള വെബ്സൈറ്റുകൾ, പിന്നെ UK US പോലുള്ള സംഗതിയാണെങ്കിൽ അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പ്രത്യേകം ഗൂഗിളിനകത്ത് നോക്കുക. പിന്നെ നോക്കുമ്പം ടൂൾസ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റേഡ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ എടുത്ത് നോക്കുക. ഉദാഹരണത്തിന് റീസെൻ്റ് ആയിട്ട് വന്ന പോസ്റ്റുകൾ, ആ ഒരു ജോബ് തന്നെ ഇത്ര സാലറിയിലുള്ള, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ജോബ്, അങ്ങനെ ഫിൽറ്റേഡ് ആയിട്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടും. അതിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയി അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഒരു 5-6 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1-2 കോൾ വരും. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. 1-2 കോൾ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ചോദിച്ചത്. ദൈവമേ, നമ്മൾ ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ടെൻഷൻ ആയിരുന്നില്ലേ? എന്നാൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? അതാണ് ക്വസ്റ്റ്യൻ. അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ്റർവ്യൂ ചോദിക്കുക. പിന്നെ നമ്മളെ കഷ്ടകാലമാണെങ്കിൽ, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ ഒലിയേക്ക് നാളെ അറിഞ്ഞൂടാ. അഞ്ചിന് നാളെന്താ? നാളെ നീട്ടില്ലേ? എന്താണ്? സോറി, മകയിരം. അപ്പം നമ്മൾ നാളനുസരിച്ച് ചില സമയങ്ങളിൽ നമുക്ക് നല്ല സമയവും, ചില സമയങ്ങളിൽ നാളനുസരിച്ച് വളരെ മോശമായിരിക്കും. എന്താണ് ഷിനോയ് നോക്കണം? ദൈവമേ, സാറ് ഇത്രയും നേരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നേരെ അന്ധവിശ്വാസത്തിൽ പോയോ? വലിയ 100 പ്രാവശ്യം വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉദാഹരണത്തിന് നമ്മളെ കഷ്ടകാല സമയമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. എക്സാം എഴുതി കഴിഞ്ഞാലും ദൈവമേ 25 എസ്സേ ഉണ്ടായിരുന്നിട്ട് 24 പഠിച്ചിട്ട് പോയി. പഠിക്കാത്ത ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഷ്ടകാലം അത്ര തന്നെ. അതുപോലെ ഇൻ്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഷൈൻ ചെയ്ത് ഈസി ആയിട്ട് അവിടെ കയറാം. അത് തന്നെയാണ് മാർക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ പാടായിരിക്കും ചിലപ്പോൾ. അയ്യോ, പക്ഷേ 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? സംഗതി ഞാൻ ഇനി പൊളിക്കും. ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ 2 ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം സെറ്റാവും. പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾ കുടുങ്ങി പേടിച്ച് വരച്ച് കഴിഞ്ഞാൽ തീർന്നു കാര്യം.
ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഇത് എക്സാം എഴുതിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച് അയ്യോ ഇത് എഴുതാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് പോകണമെന്ന് നമുക്ക് പേടി, പരീക്ഷ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ. ചില ദിവസങ്ങളിൽ പരീക്ഷയിലൊന്നും വരാതിരിക്കും, പരീക്ഷയിലൊന്നും അവർക്ക് വേറെ എന്തെങ്കിലും ഇതാക്കും, ചിലപ്പോൾ വണ്ടി കിട്ടൂല, പിന്നെ താമസിക്കും, പിന്നെ അവിടെ ബ്ലോക്ക് ആയിരിക്കും, അങ്ങനെ വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ വരാതെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ബോബിയല്ല കേട്ടോ പറഞ്ഞേ, ഇവർ ചുമ്മാ കളിയാക്കണം. ബോബിയല്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് അന്ന് വരായിരുന്നു. ആരൊക്കെ ഉണ്ട് വലിയ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വരായിരുന്നു? ചുമ്മാ വരാതിരുന്ന ആരും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ ദൈവമേ, അല്ലെങ്കിൽ തന്നെ ബോബിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അങ്ങനെ കൊള്ളിച്ചിടണല്ല, തിരിച്ചു എന്താണ് പറയുക, ഞാൻ എന്ത് പറഞ്ഞാലും കൊള്ളു ആൾക്കാർക്ക്. ഓക്കെ, തിരിച്ചു. അപ്പം ആ ഒരു പേടി തന്നെ നമ്മൾ നിലനിർത്തി പോയെങ്കിൽ എന്തറിയോ, എനിക്കറിയാം ഇൻ്റർവ്യൂ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ കച്ചിത്തുള്ളൂ, എൻ്റെ ഫോണേ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ജുവൽ എന്ന് പറഞ്ഞ പയ്യോടെ ഒന്ന് പഠിച്ചു കേട്ടോ. അവൻ തന്നെ മനസ്സിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ഒന്നിനുള്ള സ്കിൽസ് ഇല്ല, ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് അവൻ എഴുതി എവിടെ വെച്ചേക്കണാണെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അവനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച പാഠം അവനെ പഠിപ്പിച്ചെടുക്കാൻ. പക്ഷെ അവന് നന്നായിട്ട് വർക്കൊക്കെ ചെയ്യും കേട്ടോ, അവന് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഇൻ്റർവ്യൂ പോയില്ല, ഇതുവരെ പോയിട്ടുമില്ല, ജോലിക്ക് എടുത്തും കയറിയിട്ടില്ല. ഇപ്പോഴും എന്താ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കാനായിട്ട് സ്കൂൾ പിള്ളേർ പിറകെ നടക്കണേ. അത് ചിലപ്പോൾ അവന് പാഷൻ ഉണ്ടാകും, പക്ഷെ അത് വലിയ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, ആ സ്കൂളിലെ കോച്ചല്ല കേട്ടോ. കുറേ രണ്ട് മൂന്ന് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുറേ പിള്ളേർ വൈകുന്നേരം ആകുമ്പോൾ ഒരു സ്ഥലത്ത് വരുന്നു, ഇവനവിടെ ചെല്ലുന്നു, അവരെ കൂടെ ഇവൻ കളിക്കുന്നു, അവൻ്റെ കളി നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിടക്കണതാണ്. അവൻ്റെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചശേഷം ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ സോ ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് ബാസ്കറ്റ് ബോൾ കളിയുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അവൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു, അവൻ ചെയ്യാൻ അറിയാം, പ്രാക്ടിക്കലൊക്കെ ചെയ്യിച്ചു, എല്ലാം ട്രെയിനിങ് കൊടുത്തു. പക്ഷേ കൊന്നാലും എന്ത് ചെയ്യത്തില്ല, ഇൻ്റർവ്യൂ പോകത്തില്ല, പേടിയാണ്. എവിടെയെങ്കിലും ഇൻ്റർനെറ്റ് തള്ളിക്കയറ്റി വിട്ട് 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് ജോലി കിട്ടും, നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ, എങ്ങനെ ഞാൻ അവനെ ഇൻ്റർവ്യൂ വിടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി അവനെ പഠിപ്പിച്ച കാര്യങ്ങൾ പറയിക്കാനും എക്സാം എഴുതിക്കാനും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അവിടെ ഈ സെമിനാർ എടുക്കില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ സെമിനാർ എടുപ്പിച്ച്, അവൻ എടുത്ത് നന്നായിട്ട്. അപ്പോൾ ആ ബാച്ചിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർ എടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവൻ എടുത്ത്. ഭയങ്കര ടെൻഷനായിട്ടൊക്കെ അഭിനയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എടുത്തു തുടങ്ങിയപ്പോണ്ടല്ലോ അവൻ കൂളായിട്ടിരുന്ന് എടുത്ത്. എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സാറേ എനിക്കിപ്പോഴും ഇത് ചെയ്യാൻ പറ്റില്ലെന്ന്, വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ സെമിനാർ എടുത്ത് കഴിഞ്ഞ്, സെമിനാർ അവൻ എടുത്തതായിട്ട് അവന് വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞാൽ, അവൻ ഏതോ ഒരു സ്ഥലത്ത് അവൻ്റെ മനസ്സിൻ്റെ ഏതോ കോർണറിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഒരു വിധത്തിൽ ഗതി പിടിക്കില്ലെന്നും ഒരിക്കലും രക്ഷപ്പെടില്ലെന്നും അവൻ എഴുതി വെച്ചിരിക്കണതാണ് എവിടെ. അതിഞ്ഞ് മാച്ച് കളയാൻ ആരെങ്കിലും കൊണ്ട് പറ്റുകയാണെങ്കിൽ അവൻ രക്ഷപ്പെടും. അവസാനം ഞാൻ അവന് പല സ്ഥലങ്ങളിൽ അവൻ്റെ നമ്പരൊക്കെ അയച്ചു കൊടുത്തു. അവരൊക്കെ തിരിച്ച് വിളിച്ചിട്ട് പറയും, ആ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ, അയാൾക്ക് എവിടെയെങ്കിലും പ്ലേസ്മെൻ്റ് ആയോ, നിങ്ങൾ വേറെ ആരെങ്കിലും നമ്പർ തരും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും വിളിക്കാതിരിക്കുകയോ വിളിച്ചിട്ട് പോവാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എടുക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യില്ലേ. അപ്പോൾ അത് പിന്നെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിട്ട് വരും. അവർ തന്നെ വിളിക്കൂല നമ്മളെ. അപ്പോൾ ജുവലിനെ ഇൻ്റർവ്യൂ വിളിച്ചിടത്തൊന്നും വിട്ടടത്തൊന്നും പോയില്ല. അങ്ങനെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബുക്ക് മാർക്കിംഗ് തുടങ്ങിക്കും. ഇനി അധികം കത്തിയില്ല, നിർത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലോഗറിൽ കൂടെ ബുക്ക് മാർക്കിംഗ് പഠിച്ചതോടുകൂടി ബേസിക് പ്രാക്ടീസുകളിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി നേരെ വെബ്സൈറ്റ് അനാലിസിസ് ആണ്. ഇനി നിങ്ങളുടെ റോളാണ് പ്രാക്ടിക്കൽസൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ വെബ്സൈറ്റ് അനാലിസിസ് തുടങ്ങണുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും നാളെ മറ്റന്നാൾ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കാതെ പോകുക എന്നുള്ളത് ഒരു വിഷമം പോലെയാണ്. ഈ പഠിപ്പിച്ച് ഇതായിപ്പോയി, ഒരു ശീലമായിപ്പോയി. പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷമമാണ്. ആ ആ ഉം 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 ഉം. അല്ല, ഞാൻ പറഞ്ഞത് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഇമേജ് കാറ്റഗറി സെപ്പറേറ്റ് ഉണ്ട്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ചയിൽ ഭംഗിയോ ചെറിയൊരു ഭംഗിയേ കാണത്തുള്ളൂ. ആ ഇമേജ് ഇപ്പോൾ ഇപ്പം നേരത്തെ ഞാനൊരു പേജ് എടുത്തുണ്ടോ, അതിനകത്ത് അജീഷ് ഇട്ടേക്കുന്ന പേജ് കണ്ടോ, ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന എഴുതിയിരിക്കുന്ന ഒരു ലാപ്ടോപ്പും വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആൾക്കാരുടെ പിക്ചറാണ് ഇട്ടേക്കുന്നത്.
ശരിക്കും ആ പേജിന് ആ ഒരു ഇമേജ് എന്തോ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണെന്നുള്ളത് ഒരു ഐഡിയ വരുത്തുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിന്ന് കിട്ടിയതായിരിക്കും, ചിലപ്പം ഡൗൺലോഡ് ചെയ്തായിരിക്കും. അങ്ങനെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിന് ആ പേജിന് പറ്റിയ ഒരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല. അതുപോലെ നമുക്ക് ഇമേജുകൾ ബാനറുകൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ആ ഗണത്തിൽ വരുന്ന ഒരു ഇമേജ് അല്ല ഇൻഫോഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ അറിവുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുമായിരിക്കും. നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമോ ഏറ്റവും ക്വിക്കായിട്ട് വെള്ളം കുടിക്കുന്ന ജീവി? ഏറ്റവും ക്വിക്കായിട്ട് കുറച്ച് ഷോർട്ട് ടൈം കൊണ്ട് വളരെ ക്വിക്കായിട്ട് വെള്ളം കുടിക്കുന്ന ജീവി ഇന്ന് രാവിലെ ഞാൻ ചർച്ച ചെയ്തതാണ്. വലിയ ഉണ്ടായിരുന്നില്ലെന്ന് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ജീവി കഴുതയാണ്. ഇന്ന് രാവിലെ കഴുത എന്ത് കഴിക്കണം എന്ന് ആരോ ചോദിച്ചു. കഴുത എന്താണ് കഴിക്കാറുള്ളത്? ഞാൻ പറഞ്ഞു കഴുത ഒരുപാട് സാധനങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ജീവി കൂടിയാണ് കഴുത. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ജീവിയാണ് കഴുത. ജീവി എന്ന് പറയുമ്പോൾ ഒരു ജന്തു. ഓക്കെ, അത് വളരെ ക്വിക്ക് ടൈം കൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കും എന്നുള്ളൊരു സംഗതിയാണ്. അതുപോലെ ഒരു ഇൻഫർമേഷൻ, ഒരു ഫാക്റ്റ്, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫാക്റ്റുകൾ എല്ലാ ആൾക്കാർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഏത് ടോപ്പിക്കാണോ പറയുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളെ ഒരു ഗ്രാഫിക്സ് രൂപത്തിൽ എഴുതുന്നതാണ് ഇൻഫോഗ്രാഫിക്സ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കണക്കുകളൊക്കെ ആയിരിക്കും എഴുതുക. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ വന്ന മാറ്റം നമുക്കത് ഗ്രാഫിക്കലായിട്ട് പറയാം. 2020 ഇത്ര പേര് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നതിൻ്റെ ഒരു ഗ്രാഫിക്സ് പറയാണ്. ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു ഇത് 2019 തീരെ കുറവായിരുന്നു. 2018-ലും 2019-ലൊന്നും ആരും ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ കോവിഡ് വന്നതോടുകൂടി ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര ഹൈക്കായി. എന്നിട്ട് 2021 ശകലം കുറഞ്ഞു, 2022 ശകലം കുറഞ്ഞു, 23 കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കയറി പോരണം. ഓൺലൈനായിട്ട് ഇപ്പോൾ എല്ലാ ക്ലാസ്സും ആൾക്കാർക്ക് ഓൺലൈൻ അറ്റൻഡ് ചെയ്യാം. ഡോക്ടറേറ്റ് വരെ ഓൺലൈനായിട്ട് എടുക്കാം. ഇന്നലെ അപ്ഗ്രേഡ്സ് കേട്ടിട്ടുണ്ട്? അപ്ഗ്രേഡ്സ്, അതിൻ്റെ ഒരു പരസ്യം ഞാൻ കണ്ടു. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡോക്ടറേറ്റ് എടുക്കാം. എനിക്ക് വന്നേക്കുന്ന കൊറിയാണ് മാർക്കറ്റിംഗ് ഡോക്ടറേറ്റ് എടുക്കാൻ. അത് ഞാൻ MBBS ഡോക്ടറിൻ്റെ കാര്യമില്ല, ഡോക്ടറേറ്റ്. ഓക്കെ, ഞാൻ അപ്പോഴൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് ഡോക്ടറാവാൻ വലിയ താല്പര്യമില്ല. പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ PG ചേർന്നത് ശരിക്കും ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൽ ടോപ്പിക് വൈസ് സെർച്ച് ചെയ്യും. ഉദാഹരണത്തിന് എന്താ ജോബ് ട്രെൻഡ്സ്, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസിൻ്റെ ട്രെൻഡ്സ്, ബെസ്റ്റ് സെല്ലിംഗ് ട്രെൻഡ്സ്. ഏറ്റവും കൂടുതൽ ഇപ്പം ആമസോണിൻ്റെ ബെസ്റ്റ് ടെല്ലിങ്സ് ട്രെൻഡ്സ് വേണം നമുക്കറിയേണ്ടത് എന്താണ്? നമുക്ക് ഒരു ഓൺലൈൻ ഷോപ്പുണ്ട്, വെബ്സൈറ്റ് ഉണ്ടെന്നല്ല, ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളൊരു അഫിലിയേറ്റ് മാർക്കറ്ററാണ്. ഏത് പ്ലാറ്റ്ഫോം വഴി നമുക്ക് സെല്ല് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ബ്ലോഗ് വഴി സെല്ല് ചെയ്യാം, യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യാം. ഞാൻ എന്നിട്ട് ആമസോണിനകത്ത് നിന്ന് പ്രോഡക്റ്റുകൾ അഫിലിയേറ്റ് ചെയ്യണം. ആ പ്രോഡക്റ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ബ്ലോഗ് വഴിയോ സെല്ല് ചെയ്യുകയാണ്. ഞാൻ ഫിസിക്കലായിട്ട് ഷോപ്പ് വയ്ക്കുന്നില്ല, ഒരു പ്രോഡക്റ്റും കാശ് കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, ആരിൽ നിന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ എൻ്റെ വെബ്സൈറ്റിലേക്ക് വരാൻ ആൾക്കാരുണ്ട്. ഞാനൊരു റിസോഴ്സാണ്. ഒരു ഷോപ്പ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്തല്ലേ ഷോപ്പ് ഇടുക. അതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു റിസോഴ്സ് എനിക്കുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചോളം യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ. ഒരുപാട് ആൾക്കാർ വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ദിവസം ഒരു 5000 ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ 15000 ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് അഷ്വറാണ്. എനിക്ക് എന്ത് ചെയ്യാം? അവിടെ ഷോപ്പ് തുടങ്ങാം. ആ ഷോപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വയ്ക്കുന്നു. ഞാനൊരു 15 പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റെ ഈ റിസോഴ്സിനകത്ത് കാണിക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കയറി വരുന്ന ആൾക്കാർക്കൊക്കെ ആ പ്രോഡക്റ്റുകൾ കാണാം. താല്പര്യമുള്ള ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യം ഒരു പരീക്ഷണത്തിന് ഈ പ്രോഡക്റ്റ് വെച്ച് നോക്കി. ഒരാഴ്ച വെച്ചപ്പോഴത്തേക്ക് 1-2 സെയിൽ നടന്നു, $1-2 കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ സംഗതി നടക്കും. ഒരു ഷോപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് നോക്കി. അപ്പോൾ ആദ്യം വെച്ച സാധനങ്ങളിനകത്ത് ചില പ്രോഡക്റ്റുകൾ ഡിമാൻഡുണ്ട്. നമ്മളത് മനസ്സിലാക്കി. നമ്മളെന്ത് ചെയ്യാൻ ശ്രമിക്കും? ഡിമാൻഡുള്ള സാധനങ്ങൾ തന്നെ അടുത്തടുത്ത് ഇറക്കി വയ്ക്കാൻ ശ്രമിക്കും. അതാ വിറ്റ് പോകാതിരിക്കുന്ന സാധനം തന്നെ വീണ്ടും ഇറക്കി വയ്ക്കുമോ? ഇല്ലല്ലോ. കണ്ടിട്ടില്ലേ ചില ഷോപ്പുകൾ? ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ഷോപ്പുകളിൽ ബേക്കറി പോലുള്ള സാധനങ്ങളും ചെറിയ ഒരു കടയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് സെയിൽസ് നടത്താൻ അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമുണ്ട്. എന്താ അറിയോ? മിൽമ പാൽ ഇറക്കി വെച്ചാൽ മതി. മിൽമ പാൽ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും.
അപ്പോൾ അവർ പാല് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കും, ഇങ്ങനെ വരും. അങ്ങനെ സ്ഥിരമായിട്ട് അവരുടെ വാക്കിൻസ് കിട്ടും അവിടെ. അങ്ങനെ വാക്കിൻസ് കിട്ടിയാൽ മതി, അവിടെ വെച്ച് അവർ അവിടെ ഷോ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് വിറ്റ് പോകും. പാലുമായിട്ട് കണക്ട് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്, ബ്രെഡ് ഇല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ ഒരു പലവ്യഞ്ജന കടയിൽ തന്നെ എന്തിനാണ് പാല് വെച്ചിരിക്കണം നമുക്ക് തോന്നും. കാരണം പാല് വാങ്ങിക്കാൻ വേണ്ടി എന്നും ആൾക്കാർ വരും. ആ വരുന്ന ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിക്കാം. ഇപ്പോൾ ഒരു പാല് വാങ്ങിക്കാൻ വേണ്ടി ഒരു കാരണവർ പോവുകയാണ് കടയിലോട്ട്. അപ്പോൾ അവിടെയുള്ള അമ്മച്ചി പറഞ്ഞു വിടും, പാല് വാങ്ങിക്കാൻ പോവേണോ, വിമ്മ് തീർന്നിരിക്കണം കേട്ടോ, ഒന്ന് വാങ്ങിക്കണേ. അയാൾക്ക് പാല് വാങ്ങിക്കാൻ വേണ്ടി അവിടെ തന്നെ പോയാൽ മതി. കാരണം അയാൾക്കറിയാം അതൊരു പലവ്യഞ്ജന കടയാണ്, അവിടെ പാലും കിട്ടും, വിമ്മും കിട്ടും, പച്ചക്കറി കിട്ടും, ചിലപ്പം പലവ്യഞ്ജനം കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഇതുപോലെയുള്ള ഗ്രോസറി സാധനങ്ങൾ വിൽക്കുന്ന കുറേ കടകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചേട്ടാ എന്തിനാ ചേട്ടാ ഇവിടെ പാലിൻ്റെ കച്ചവടം നടത്തുന്നത്, അതിനകത്ത് എന്തെങ്കിലും ലാഭം കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിൽമ പാൽ വിൽക്കുന്നതിന്, ഒരു കവർ പാൽ വിൽക്കുന്നതിന് എത്ര ലാഭം കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ടൊക്കെ 10 പൈസയൊക്കെയായിരുന്നു ലാഭം, ഒരു പാൽ വിൽക്കുന്നതിന് 10 പൈസ ലാഭം. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ്. ഏ ആ ആ പിന്നെ ഇല്ലേ, ഒരു സംശയമില്ല. അവരിപ്പം 50% വെച്ചിട്ട് കുറേ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആളിടിച്ച് കയറല്ലേ, ആളുകൾ കത്ത് വരെ കയറല്ലേ. ഇത് വാർത്തയാകുന്നു. വാർത്തയാകുമ്പോൾ തന്നെ ഉള്ള ലോകത്ത് കിടക്കുന്ന ബാക്കി എല്ലാ ആൾക്കാരും കൂടെ വരുന്നു. വാങ്ങിക്കാനൊന്നുമല്ല, വെറുതെ ആളിനെ കാണാൻ പോകണം, ജസ്റ്റ് കാണാൻ വേണ്ടി പോകും. അവിടെ തള്ളുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞൊരു ഉത്കണ്ഠ. എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കുമോ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്താ മിഡ് നൈറ്റ് സെയിൽസ് ഇല്ലേ, എന്തൊക്കെയാണ് ലുലു മാളിലൊക്കെ നടക്കുന്നത്. അപ്പം പെട്ടെന്ന് അവർ പറഞ്ഞു, ഡേ നീ വരണം ലുലു മാളിൽ, അവിടെ മിഡ് നൈറ്റ് സെയിൽസ് ഉണ്ട്, ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം, പോയി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പം നമ്മൾ ആദ്യം നോക്കണം എന്താ, നമ്മളെ മനസ്സിൽ ലുലു മാള് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്ങും അവിടെ ഇങ്ങനെ പെർഫ്യൂം സാധനങ്ങൾ, വലിയ വലിയ സാധനങ്ങളൊക്കെ, നമുക്ക് വില പോലും നോക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളില്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വാങ്ങിക്കാനൊന്നും പോകണില്ല, എല്ലാം കണ്ട് നടക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ. ലുലു മാൾ തുടങ്ങിയത് മുതലേ ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ആൾക്കാർ കയറി പോകണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇല്ലേ. പിന്നെ സിനിമ നടക്കുന്നുണ്ട്, അവിടെ കുറേ ബിസിനസ് നടക്കുന്നുണ്ട്. ഇത് അവരൊരു സംഭവം തുറന്നു വെച്ചിട്ട് കുറേ ഓഫറുള്ള സാധനങ്ങൾ, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ആളിടിച്ച് കയറില്ലേ. വാർത്തയായാൽ തന്നെ എന്തിനാവും, ഒരു വാർത്ത ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്നുകൊണ്ട് റീൽസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിനകത്തിട്ട് ലുലുവിൽ നടക്കുന്ന അടി കണ്ടോ, തള്ളാണ്, ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞായിരിക്കും ഇത് മെസ്സേജ് ഇടണേ. പക്ഷേ എന്ത് ചെയ്യും, അപ്പോഴും ഉറങ്ങി കിടക്കണം, ഡേ വാപ്പുവാ നമുക്ക് ലുലു മാളിൽ ഇപ്പോൾ അവിടെ. പിന്നെ ദുബായിലൊക്കെ നടത്തിയപ്പോൾ കണ്ടായിരുന്നോ, ആൾക്കാർ ടി വി ഒക്കെ തലയിൽ പിടിച്ചുകൊണ്ട് നടക്കണ ഒരു കുറേ വീഡിയോ ഒക്കെയാണ് പ്രചരിച്ചത്. നമുക്കത് കാണുമ്പോൾ ദൈവമേ ഇവിടുത്തെ ലുലു എന്ന് വരുമെന്നൊക്കെയാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ശതമാനം ഫുള്ള് ഫ്രീ അല്ലേ ഇവിടെ ഇവിടെ എത്ര ശതമാനം, അവിടെ ഫുൾ ഫ്രീ കൊടുത്തപ്പോഴത്തേക്ക് അടിയിൽ അകലെയൊക്കെ നടന്ന ആൾക്കാർ ടി വി, നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോ, ദുബായിൽ എവിടെയുള്ള ലുലു മാളിൽ ഇത് മിഡ് നൈറ്റ് സെയിൽസ് ഫ്രീ, അബ്സല്യൂട്ട്ലി ഫ്രീ കൊടുത്ത്. അബ്സല്യൂട്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ ലുലു മാളിനകത്ത് കാണുന്നു, കയറുന്നു, കൈ കണ്ടതൊക്കെ എടുത്തുകൊണ്ടിഞ്ഞ് പോകുന്നു, ബില്ലിങ്ങും ഇല്ല, ഒന്നുമില്ല, എടുത്തുകൊണ്ടിഞ്ഞ് പോന്നാൽ മതി. ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെ വീഡിയോക്കകത്ത് എന്താണ്, ആൾക്കാർ കയറുന്നു, അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് കശത്ത് വയ്ക്കുന്നു, ഇവിടെ നിന്ന് വയ്ക്കുന്നു, ടി വി എടുത്ത് തല വയ്ക്കുന്നു, എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോകണം വീഡിയോ രസകരമായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ. ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നു, എന്താ ദൈവമേ നമ്മളും ലുലു പോകാറുണ്ട്. അപ്പം അതുപോലെ ഉറപ്പായി ഒരു സംശയം വേണ്ട, ആൾക്കാരെ കൊണ്ടുവന്ന ഇതൊക്കെ ഓരോ ബിസിനസ്സിൻ്റെ ഒരു സംഗതിയാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഓൺലൈൻ സെയിൽസ് നടക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാർ എത്തിക്കഴിഞ്ഞ് $1-2 ബെനിഫിറ്റ്സ് കിട്ടുന്ന കണക്ക് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കണം എന്തായിരിക്കും എന്നറിയോ. പിന്നെ ഞാൻ എൻ്റെ ഓഡിയൻസിനെ നോക്കും. എൻ്റെ ചാനലിലേക്ക് വരുന്ന ഓഡിയൻസ് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ സ്റ്റഡി നടത്തും, ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ബോബിക്കൊരു ചാനലുണ്ട്, ആ ചാനലിനകത്ത് വരുന്ന ആൾക്കാരൊക്കെയും ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് വിചാരിച്ചോ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സാധനങ്ങൾ വാങ്ങിക്കാൻ ചാൻസ് ഉള്ള ബയ്യേഴ്സാണ്, ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർ ഏജ് ഗ്രൂപ്പും ഇൻട്രസ്റ്റും ഒക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ ബോബിക്ക് സാധിച്ചു. പിന്നെ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന ആമസോണിനാണ്. അപ്പോൾ ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോവുകയും ഡിമാൻഡുള്ള സാധനങ്ങൾ നിങ്ങൾ പ്രത്യേകം റിസർച്ച് ചെയ്യും, ആ ഏജ് ഗ്രൂപ്പ് വരെ അത് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കും. ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത പ്രോഡക്റ്റ് നിരത്തുക. ഏതുപോലെ, നിങ്ങൾ ആദ്യം ഷോപ്പ് തുടങ്ങിയപ്പം മേടിച്ച് വെച്ച കുറേ സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇരട്ടി നിങ്ങൾ ഇറക്കി വയ്ക്കും. എന്നാൽ വലിയ പ്രതീക്ഷയോട് കൂടി നിങ്ങൾ ഇറക്കി വെച്ച സാധനം വിറ്റ് പോകാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇറക്കി വയ്ക്കുമോ. പിന്നെ അതിൻ്റെ വിതരണം, ചേട്ടാ ആ സാധനം വിറ്റ് പോയില്ല, ഒന്ന് തിരിച്ചെടുക്കുമോ എന്ന് തിരിച്ചെടുപ്പിക്കും ഇല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ആൾക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. അവിടെ വെച്ചിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, കാരണം പുതിയ സാധനം കൊണ്ട് വെക്കാൻ സ്ഥലമില്ല. പിടികിട്ടിയോ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ് കാര്യങ്ങൾ വരിക. അപ്പം
നോർമലി നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, അതിനകത്ത് സ്റ്റഡി ഡീപ്പായിട്ട് അത് എപ്പോഴും ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അതിനെക്കുറിച്ച് അറിവുണ്ടാകണം, ഒരു ധാരണ ഉണ്ടാകണം, ഒരു ഇൻസൈറ്റ് ഉണ്ടാകണം. ആ ഇൻസൈറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രമിക്കണം. നമ്മളത് വിശദമായിട്ട് പഠിക്കാനോ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചാലേ നമുക്ക് അതിന് പുതിയ ഐഡിയ കിട്ടത്തുള്ളൂ. ഇനി ആ ഐഡിയ വേണമെങ്കിൽ വേറൊരു ആൾക്കാരടുത്ത് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന സാധനത്തിനെ പറ്റി ഒരാളുടെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ അനുരാജിൻ്റെ അടുത്ത് ചോദിച്ചു, അനുരാജെ എനിക്ക് അറിയേണ്ടത് ഒരു 35 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ആണുങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട 4-5 പ്രോഡക്റ്റ് പറഞ്ഞേ, നല്ല നല്ല പ്രോഡക്റ്റ്. അപ്പോൾ അനുരാജ് പറഞ്ഞു, സാറേ സോപ്പ് വാങ്ങിക്കാം, ചീപ്പ് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം പറഞ്ഞു. പക്ഷേ എനിക്ക് അതൊന്നും പിടിച്ചില്ല. അപ്പം ഞാൻ എന്തുകൂടെ നോക്കണം, ഈ പ്രോഡക്റ്റൊക്കെ ഓൺലൈനായിട്ട് എനിക്ക് ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഞാൻ നോക്കണ്ടേ? അത് നോക്കണം. എന്നാൽ എൻ്റെ ഓഡിയൻസ് ഇത് വാങ്ങിക്കുമോ, എൻ്റെ കണ്ടൻറ്റ് എങ്ങനത്തതാണ്, അത് തന്നെ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണ ഒരു ഇതിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്ററായി. ബാക്കി കാര്യങ്ങൾ സാധനം സിസ്റ്റം നടത്തി കൊണ്ടുപോയിക്കോളും. അതാണ് വേണ്ടത്. അത് ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന കമ്പനിക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. പ്രയോജനം ഉണ്ടായാൽ കമ്പനി നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ച് നടക്കും. മനസ്സിലായോ? ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് ബോബി ഒരു കമ്പനി ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ ചിലപ്പോൾ ഒരു റോളും ഉണ്ടാവാത്ത രീതിയിൽ, അയ്യോ ഞാൻ ഈ കമ്പനിയിൽ ഒരു 15 പേരുള്ള ഒരു കമ്പനിയിൽ ഒന്നും അല്ലാത്ത ഒരാളായിട്ടാണ് കയറി പോകുന്നതായിട്ടുള്ള ചിന്ത വരാതെ നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുക. അവർ വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്ത് അവർക്ക് ഏത് കീവേഡിൽ റാങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗുണം കിട്ടും, അതിനെപ്പറ്റി സ്റ്റഡി നടത്തുക, സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി നടത്തുക, അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് ഐഡിയാസ് പറയുന്നു, ഓക്കെ നിങ്ങൾക്ക് ഇന്ന കീവേഡ് റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ അന്ധമായിട്ട് എടുക്കരുത്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക, അത് സാധ്യതയുള്ള കീവേഡാണോ. അങ്ങനെ ഒരു അനാലിസിസ് നിങ്ങളുടെ മനസ്സിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇത് കൃത്യമായി ടെക്നിക്കലി ചെയ്യാനുള്ള ഒരാളിൻ്റെ ഒരു ജനനമാണ് ഉണ്ടാവുക. വിചാരിക്കണ കീവേഡ് ഒന്നും ബിസിനസ് കൺവേർഷൻ ഉണ്ടാവില്ല. അത് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുക എന്താ, ആ കീവേഡിൽ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് വരുന്നുണ്ടാവും, ഒരുപാട് പേര് കോമ്പറ്റ് ചെയ്യുന്ന കീവേഡല്ലേ, ഇതാണ് നമ്മുടെ പ്രൈം കീവേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗൂഗിൾ ആഡ്സിനകത്തൊക്കെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തും. ഒരുപാട് പേര് ഒരുപാട് ഇമ്പ്രഷൻ കിട്ടും, ഒരുപാട് ക്ലിക്ക് കിട്ടും. പക്ഷേ അതിൽ ഒരു കൺവേർഷൻ കിട്ടാതിരിക്കും നമ്മൾ തന്നെ മടുത്ത് എന്ത് ചെയ്യും, ആ കീവേഡ് നിർത്തി, ഈ കീവേഡ് വേണ്ട ഇനി. അപ്പോൾ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില കീവേഡുകളിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. എനിക്കങ്ങനെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന സംഗതിയാണ്. ഇപ്പോൾ അത് എത്ര പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അനുഭവത്തിൽ നമുക്ക് പറഞ്ഞു. SEMrush, ഗൂഗിൾ ആഡ്സിൻ്റെ കീവേഡ് പ്ലാനർ, ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പം 2-3 കീവേഡ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിന് സിമിലർ ആയിട്ടുള്ള കീവേഡ് കാണണം. ഗൂഗിൾ നോക്കിയിട്ട് കുറച്ച് അറിയാൻ പറ്റും. ChatGPT നോക്ക്, സിമിലർ കീവേഡ് തരാൻ പറ, ഉറപ്പായിട്ടും തരും. എന്നിട്ട് എന്ത് ചെയ്യണം, അവർ തരുന്ന എല്ലാ കീവേഡും കണ്ണടച്ചെടുക്കരുത്, ആ കീവേഡ് നോക്കണം. നമുക്ക് ആയിട്ടുള്ള കീവേഡ് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ ഫർദർ റിസർച്ച് എടുക്കണം, അതിന് വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം, അതിനുള്ള കണ്ടന്റ് തയ്യാറാക്കണം. അപ്പോൾ കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ChatGPT തന്നെ ചോദിക്കണം, എന്നാൽ ഈ കീവേഡൊക്കെ അനുസരിച്ചുള്ള നല്ല കണ്ടൻസ്, ഡിസ്ക്രിപ്റ്റീവ് കണ്ടൻസ് താ. അപ്പോൾ ഒരു ഐഡിയ തരും. അപ്പോൾ അത് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് എഴുതാനുള്ള ഒരു എനർജിയും ബൂസ്റ്റൊക്കെ വരും. ഒരു കട്ടൻ ചായ ഇട്ട് വെച്ച് കുടിച്ചിട്ട് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് റെഡിയാക്കി കണ്ടൻറ്റ് റെഡിയാക്കുക. ഇതാണ് അതിനകത്തുള്ള സംഗതി. ഇനി ChatGPT ഇപ്പോൾ 4.0 ഒക്കെ പെയ്ഡ് വെർഷനാണ്. ഇപ്പോൾ 3-4 സെർച്ചൊക്കെ നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കോട്ട കഴിഞ്ഞെന്നൊക്കെ കാണിക്കൂലേ, ആ രീതിയിൽ കോമ്പറ്റീവ് അനാലിസിസ് പഠിപ്പിക്കും. വെബ്സൈറ്റ് അനാലിസിസിൻ്റെ എൻഡിൽ പഠിപ്പിക്കും. SEMrushൻ്റെ ക്ലാസ് ഉണ്ടാകും. അതൊരു 10-15 മിനിറ്റിൻ്റെ ക്ലാസ് മതി. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് ഐഡിയ കിട്ടും, അതൊന്നും പേടിക്കണ്ട. SEMrush, കീവേഡ് പ്ലാനറൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്താലോ. നമുക്ക് അപ്പം അജീഷ് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പം നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോട്ടെ. നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. തൽക്കാലം എക്സിറ്റ് ചെയ്യണ്ട, നമുക്കൊരു 4 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അജീഷേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കും കേട്ടോ.